ആദ്യമായിട്ട് എല്ലാവർക്കും അല്ലെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം. അല്ലയോ, ഇതുവരെ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ എല്ലാവരും നേരിടുന്നത്. അപ്പൊ ഒരു ഓൺലൈൻ ക്ലാസ് അല്ലെ, ഓഫ്ലൈൻ പോയി ഇപ്പൊ നമുക്കൊരു ഓൺലൈൻ ക്ലാസ് കൂടി. പക്ഷെ ആദ്യം ടീച്ചർക്ക് പോലും ആദ്യം +2 സൂം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ എനിക്കും എങ്ങനെ അത് ബെനിഫിറ്റ് ആവും, കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ടീച്ചർക്കും ഉണ്ടായിരുന്നു. പക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ +2 ക്ലാസ് പോകുന്നുണ്ട്. അവർക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 3 ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഞാനടക്കം ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് കുട്ടികളിൽ എത്തിക്കാൻ പറ്റുമോ, നമുക്ക് ഇങ്ങനെ ഒരു കുട്ടികളെ നേരിട്ട് കാണാതെ എന്നുള്ളൊരു പേടി ടീച്ചർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ബെനിഫിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലാസ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെറിയ കളി പോലും നമുക്ക് ഇതിൽ പിടിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കളിക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ ഈ രീതിയിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെറിയ കളികൾ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ആയിക്കോ ഇത് നല്ലൊരു വഴിയാണ്. എന്റെ ഇപ്പോഴത്തെ ഒരു ഉദ്ദേശത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് അത് അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട. അതായത് ഇതാവോ, ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിരിയോ, ഇതിങ്ങനെ ഇവര് പറഞ്ഞു പോവാന്നൊന്നുമല്ല. നിങ്ങളോട് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ പറയും. നിങ്ങൾക്ക് എക്സാം നടത്തേണ്ടത് കൃത്യമായി എക്സാം നടത്താൽ ഓൺലൈനിൽ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ എക്സാം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിലും ഏത് രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ആ സ്പോട്ടിൽ പറയണം നിങ്ങൾ. ഇപ്പൊ എന്റെ അടുത്തായാലും ശരി, ഏത് ടീച്ചർ ആയാലും, ഇപ്പൊ എന്റെ അടുത്ത് എന്റെ കാര്യം ഞാൻ പറയാം, ടീച്ചർ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും കൺസെപ്റ്റ് ആർക്കൊന്നും തിരിയുന്നില്ല, ഓൺ ദ സ്പോട്ട് പറയാം ടീച്ചറെ അത് മനസ്സിലായിട്ടില്ല. അത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ നമ്മൾ റെഡിയാണ്. കാരണം ടീച്ചർ ഇപ്പൊ 4-5 വർഷമായി ഇവിടെ എടുക്കുന്നുണ്ട് മാട്രിക്സിൽ. അപ്പൊ ടീച്ചറെ ഞാൻ പരിചയപ്പെടുത്താം. എന്നെ കൺമേനെ കണ്ടൊരു പരിചയമുണ്ട്. കൺമയെ കരവള്ളൂർ ഉണ്ടായ കുട്ടിയാണ്. ബാക്കി എല്ലാവരും നമുക്ക് വഴിയെ അല്ലെ പേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ വേഗം പേര് പഠിക്കും. നിങ്ങൾ ഓരോരാളെ ഫോട്ടോയുടെ താഴെയും പേരുണ്ടല്ലോ, അപ്പൊ പേരുകൾ നമുക്ക് വേഗം പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്വപ്ന കോളിയാട്ട്, അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വപ്ന ടീച്ചർ, ഞാൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന വിഷയം എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് വിഷയം +1-നും +2-നും കുറച്ചു കാലമായിട്ട് ഞാൻ മാട്രിക്സിൽ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുന്നത്, എല്ലാവരും സ്വന്തം ഇഷ്ടത്തിന് തന്നെ ആയിരിക്കും അല്ലെ കൊമേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ആരും പറഞ്ഞിട്ടൊന്നല്ലല്ലോ, കമ്പൽ ചെയ്തിട്ടൊന്നല്ലല്ലോ കൊമേഴ്സ് എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളൊരു ഇഷ്ടം, ഉള്ളിലൊരു ഇഷ്ടം കൊണ്ട് തന്നെയായിരിക്കും കൊമേഴ്സ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ആദ്യം തന്നെ അതിന് ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ തരാണ്. കാരണം എന്താന്ന് വെച്ചാല് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്കറിയാം. ബാങ്കിങ് സെക്ടർ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് ബാങ്കിങ് സെക്ടർ ഒക്കെ. അപ്പൊ അതിലൊക്കെയുള്ള വലിയ വലിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ശരിക്കും കൊമേഴ്സ് പഠിച്ചവർക്കാണ് അത് വെച്ചിട്ടുള്ളത്. ഈ ബാങ്കിങ് സെക്ടർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പല വഴിക്ക് പോകുന്നത് കൊണ്ടാണ് മറ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആ മേഖലയിലേക്ക് വരുന്നത്. നിങ്ങൾക്കാണ് ഡയറക്റ്റ് എൻട്രി ആണ് ബാങ്കിങ്ങിലൊക്കെ. ശരിക്കും നിങ്ങളാണ് അതിൽ കയറേണ്ട ആൾക്കാർ. അപ്പൊ അതിന്റെ ലക്ഷ്യം വെച്ചിട്ട് തന്നെ നിങ്ങൾ ആ കൊമേഴ്സ് എടുത്തു. ഒന്നാമത്തെ ഓക്കെ ആയി, നിങ്ങൾ ഇത് നന്നായി വിജയം സ്കോർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. അപ്പൊ പല സയൻസും ഫിസിക്സ് എല്ലാം പഠിച്ച് ഫുൾ കഷ്ടപ്പെട്ട് തല പൊങ്ങഞ്ഞിട്ട് പിന്നെ അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ കൊമേഴ്സ് ട്രാൻസാക്ഷൻ പഠിക്കാൻ പറ്റും. അതിനേക്കാളും ഏറ്റവും നല്ല ഈസി വേ ആണ് നിങ്ങൾ ആദ്യം തന്നെ കൊമേഴ്സ് പഠിക്കുന്ന, അക്കൗണ്ടിങ് പഠിക്കുന്ന, ഡയറക്റ്റ് നിങ്ങൾ ആ ബാങ്കിങ് സെക്ടറിലോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ ഏതാണോ നിങ്ങളെ ഏരിയ ഇഷ്ടം ആ ഏരിയയിലേക്ക് പോകും. അപ്പൊ ആദ്യമായിട്ട് ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റി പല ആൾക്കാർ വരും, കൊമേഴ്സ് സയൻസ് എന്ത് കിട്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ ഡയലോഗൊക്കെ വരും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഇപ്പൊ നല്ല അവസരമുള്ള ഒരു മേഖല തന്നെയാണ് കൊമേഴ്സ്. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ അതിന് കൺഗ്രാജുലേഷൻ പറയാണ്. നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും കൊമേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം, ഇങ്ങനൊരു ചാനൽ ഉണ്ട്, നമുക്ക് പഠിക്കാൻ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് മുന്നിൽ എന്നുള്ളൊരു കാര്യം അവരൊക്കെ അറിയിക്കുക. നിങ്ങളൊരു ഡ്യൂട്ടിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളൊരു ഡ്യൂട്ടി ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ്. കാരണം കൂടുതൽ ക്ലാസ്സുകൾ കിട്ടും, നിങ്ങൾക്ക് ഒരു ടീം സ്പിരിറ്റ് കിട്ടും, അവര് ഒരു കോമ്പറ്റീഷനും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വരും. അപ്പൊ നമുക്ക് തുടങ്ങാം എക്കണോമിക്സ്. വെറുതെ ടീച്ചർ ഇന്നലെ നിങ്ങൾക്ക് വെബിനാറിലൊക്കെ നല്ല ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ടീച്ചർ ആയതിനെ തുടങ്ങുകയാണ് എക്കണോമിക്സ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കൊമേഴ്സിന്റെ സബ്ജക്റ്റ് ഒക്കെ അറിയാലോ ഏകദേശം. ഏതൊക്കെ സബ്ജക്ട് ഉണ്ട് നിങ്ങൾക്ക് ഈ പ്രാവശ്യം പഠിക്കാൻ വേണ്ടിയിട്ട്? കഴിഞ്ഞ വർഷം ഒരു 10-12 എണ്ണം പഠിച്ചതാണ് അല്ലെ. 10 വിഷയമൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എത്ര വിഷയങ്ങളുണ്ട്? ടീച്ചർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അൺമ്യൂട്ട് ചെയ്യാം. സൗണ്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു എന്തൊക്കെ നിങ്ങൾക്ക് കൊമേഴ്സിന് പഠിക്കേണ്ട വിഷയങ്ങൾ. ആദർശ് ചെയ്തിട്ടുണ്ട്. ആദർശ് എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്രാവശ്യം? എക്കണോമിക്സിനെ കാണും കൊമേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സബ്ജക്ട് ഏതാണ്? അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസ്. അതാണ് ശരിക്കും കൊമേഴ്സ് സബ്ജക്ട് എന്ന് പറഞ്ഞ 2 പ്രധാനപ്പെട്ട, എല്ലാവരും ഇവിടെ നിങ്ങൾ കൊമേഴ്സ് എടുത്താലും പ്രധാനമായും പഠിക്കേണ്ട 2 സബ്ജക്റ്റാണ് അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസും. ഓക്കെ, then അതേപോലെ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട പേപ്പർ തന്നെയാണ് ഈ പറഞ്ഞത് എക്കണോമിക്സ്. എല്ലാവർക്കും നിങ്ങൾ എവിടെ കൊമേഴ്സ് എടുത്താലും ഈ 3 സബ്ജക്ട് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഏതെല്ലാം? അക്കൗണ്ടൻസി, ബിസിനസ്
എക്കണോമിക്സ്. പിന്നെയുള്ള പേപ്പറാണ് ഏത് പേപ്പർ? ഇംഗ്ലീഷ്. നിങ്ങൾ പണ്ട് പഠിച്ച ഇംഗ്ലീഷ് ഗ്രാമറും പോയും അതൊക്കെ വരുന്നത് ഇംഗ്ലീഷ്. ഓക്കെ. പിന്നെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ? മലയാളം ആണെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം, ഹിന്ദി പണ്ടത്തെ പോലെ മലയാളം ഹിന്ദി വേറെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് മലയാളം ആണെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം, ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി, സംസ്കൃതം ഒന്ന് നിങ്ങളെ ഓരോരോ ആൾക്കാർ ഓപ്ഷൻ, അതും ഓക്കെ. പിന്നെ ഇതിലൊരു പേപ്പറാണ് ഇത്, 5 പേപ്പർ പറഞ്ഞു ടീച്ചർ. പിന്നെ ഇതിലൊരു പേപ്പർ ഓപ്ഷണൽ പേപ്പറാണ് അല്ലെ? ഓപ്ഷണൽ പേപ്പർ ഇപ്പൊ നിങ്ങൾ കരിവള്ളൂർ കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ ഏത് ഓപ്ഷൻ പേപ്പർ ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെ? വെള്ളൂർ ആണെങ്കിലും കരിവള്ളൂർ ആണെങ്കിലും കണ്ടങ്ങാളി ഒക്കെ നിങ്ങൾക്കുള്ള പേപ്പറാണ് ഇത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നിങ്ങൾ കുഞ്ഞിമംഗലത്താണ് കൊടുക്കുന്നത് വിചാരിക്കാം. കുഞ്ഞിമംഗലത്ത് നിങ്ങൾ അപ്ലൈ ഏകദേശം മനസ്സിൽ ധാരണ ഉണ്ടാവും. ഇന്ന് സ്കൂൾ വീടിന്റെ അടുത്തിൽ ഇന്ന് സ്കൂളാണ് കൊടുക്കുക. കുഞ്ഞിമംഗലാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻ? നിങ്ങൾ 2 ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. മാത്സ്. മാത്സ് അല്ലെ? കൊമേഴ്സ് മാത്സും ഉണ്ട്, അതേപോലെ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നേരെ മറിച്ച് കടന്നപ്പള്ളി ആണെങ്കിലോ, കടന്നപ്പള്ളി അവര് പയ്യന്നൂർ ഗേൾസ്, പയ്യന്നൂർ ഗേൾസിലൊക്കെ ആണെങ്കിലോ, പയ്യന്നൂർ ഗേൾസിൽ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പകരമുള്ള വിഷയം ഏതാണെന്നറിയാം? നിങ്ങൾ ഇതൊക്കെ അറിയണം ഏതൊക്കെയാണ് അവിടെ ഓപ്ഷണൽ പേപ്പർ ഉള്ളത്. അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അവരിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് ഇല്ലേ? കടന്നപ്പള്ളി അവിടെയാണ് പൊളിറ്റിക്കൽ സയൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലല്ലോ ഗേൾസിലുള്ളത്? ഇല്ല, ഗേൾസിന് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, പൊളിറ്റിക്കൽ സയൻസ് അല്ലേ അവിടെ ഉള്ളത്? അതെ, പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഓക്കെ ഓക്കെ, അതെ, ഗേൾസിലുള്ള ഓപ്ഷണൽ പേപ്പർ പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതുപോലെ കടന്നപ്പള്ളി എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതേപോലെ ഉദിനൂർ സ്കൂളിലെ ഉദിനൂരൊക്കെ അവിടെയും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഏതിന് പകരം? ഈ CA-ക്ക് പകരം. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കുക. നിങ്ങൾ ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ നോക്കുക. ഇപ്പൊ സ്റ്റാറ്റിക് ഇഷ്ടമുള്ളവർ ആ രീതിയിൽ പോവുക, മാത്സ് ഇഷ്ടമുള്ളവരാണ് അങ്ങനെയുള്ള സ്കൂൾ ഓപ്ഷൻ ചെയ്യുക. അല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് നമുക്ക് വളരെ ജോലി സാധ്യതയിലാണ്, BCA ഒക്കെ എടുക്കുക, BCA ഒക്കെ എടുക്കാനാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷനുള്ള സ്കൂളിൽ പോവുക. ഇതൊക്കെ നിങ്ങൾ നോക്കുക. സ്കൂൾ കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള പേപ്പർ സ്കൂൾ ഏതൊക്കെ സബ്ജക്ട് ഉണ്ടെന്നൊക്കെ കൃത്യമായി നോക്കുക. ഹിന്ദി മലയാളം ഇനിയിപ്പോ എല്ലായിടത്തും ഉണ്ട്. സംസ്കൃതം മാത്രമേ ഒരു 1-2 സ്കൂളിലുള്ളൂ. അത് നിങ്ങൾ നോക്കി ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ. അപ്പൊ എക്കണോമിക്സിലേക്ക് മാത്രം ഞാൻ വരാം. മറ്റു സബ്ജക്റ്റിനൊക്കെ അവിടെ വെച്ച് അതൊക്കെ അവർ എടുക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞുതരും എങ്ങനെയാണ്, എത്ര മാർക്ക് തിയറി ഉണ്ട്, എത്ര മാർക്ക് ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു. എക്കണോമിക്സ് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാൻ എന്റെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത്, എക്കണോമിക്സ് നിങ്ങൾ ഇപ്രാവശ്യം 100 മാർക്കിന്റെ പേപ്പറാണ്. എല്ലാ വിഷയവും 100 തന്നെയാണ് വരുന്നത്. ഇത് 100 മാർക്കിന്റെ വിഷയമാണ്. 100 മാർക്കിന്റെ പേപ്പറിൽ 80 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വാങ്ങിക്കണം. 80 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ടതും 20 മാർക്ക് 20 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് നിങ്ങൾ ഇന്റേണൽ അസസ്മെന്റ് ആണ്. അതായത് നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന നിങ്ങൾ അറ്റൻഡൻസ്, സ്കൂളിൽ വെക്കുന്ന ക്ലാസ് ടെസ്റ്റിന്റെ മാർക്ക്, നിങ്ങളുടെ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയും, നോട്ട്ബുക്ക് അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിന് കിട്ടേണ്ട മാർക്ക്, അതേപോലെ ചെറിയ സെമിനാറുകളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ സ്കൂളിൽ നിങ്ങൾ ആ കൺസേൺ ടീച്ചർ, സബ്ജക്ട് എടുക്കുന്ന കൺസേൺ ടീച്ചർക്ക് നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും? നിങ്ങൾ ഈ മാർക്കോട് കിട്ടും. 20-20 വളരെ കൂളായിട്ട് കിട്ടും. അങ്ങനെ ഒരു കടുംപിടുത്തൊന്നും അതിലുണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ 20-20 നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് ഫ്രഷേഴ്സ് ആയതുകൊണ്ട് പറഞ്ഞിരുന്നതാണ്. അപ്പൊ ആ 20 മാർക്ക് 20-20 തന്നെ അവിടെ ഉറപ്പിക്കാം. പിന്നെയുള്ള 80 മാർക്കാണ് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ട മാർക്ക്. എക്കണോമിക്സ് പേപ്പർ നിങ്ങൾക്കറിയാം പ്രാക്ടിക്കൽ ഒന്നും ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്. 80 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഈ 80 മാർക്കിൽ ഒരു 40-40 ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. മൊത്തം എക്കണോമിക്സിൽ നമുക്ക് 2 പാർട്ട്. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ സ്റ്റേറ്റ് സിലബസിന്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലെ, SCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 2 ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് കിട്ടുക. ഒരു ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കും മറ്റൊരു കുഞ്ഞു ടെക്സ്റ്റ് ബുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കും. ഗൈഡൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് വിജയകുമാർ ഗൈഡൊക്കെ ആണെങ്കിൽ ഒരുമിച്ചിട്ടുള്ള ബുക്കായിട്ട് കിട്ടും. എക്സലിന്റെ ഒക്കെ ബുക്ക് ആണെങ്കിൽ ഒരു ബുക്കായിട്ട് കിട്ടും. അതായത് ഇത്രയും പറയുന്നില്ലൂ, നിങ്ങൾ ഇപ്രാവശ്യം എക്കണോമിക്സ് 2 പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. ഒരു ബന്ധവുമില്ലാത്ത 2 പാർട്ടാണ്. ഒരു പാർട്ട് ഇന്ത്യൻ ഇക്കോണമിയും അത് ഫുള്ളി തിയറിയാണ്. അതായത് ഇന്ത്യൻ ഇക്കോണമി വലിയ പ്രശ്നമൊന്നും ഉണ്ടല്ലോ, കാരണം ഇന്ത്യയുടെ അവസ്ഥകൾ, ഇന്ത്യയുടെ ദാരിദ്ര്യം എങ്ങനെയാണ്, അവിടുത്തെ തൊഴിലില്ലായ്മ, ഇങ്ങനെ ഇന്ത്യ നിങ്ങൾക്ക് കുറെ ആൻസർ നിങ്ങളെ മനസ്സിലുണ്ടാവും. ഒരു ചോദ്യമൊക്കെ വന്നാൽ നിങ്ങൾക്ക് തന്നെ കുറച്ചൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരിക. ഇന്ത്യൻ ഇക്കോണമി പോയിന്റ് വൈസ് തന്നെ പറഞ്ഞൊരു ടീച്ചർ, വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ തിയറി ഒന്നും ഉണ്ടാവില്ല. എല്ലാ ഉത്തരത്തിലും പോയിന്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ഏതാ ഉണ്ടാവുക? ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്ന ഏരിയ. പിന്നെ വരുന്ന പാർട്ട് കുറച്ച് മാത്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല എളുപ്പമായിരിക്കും. എന്ന് വെച്ചിട്ട് കൂട്ടാനും കുറക്കാനൊന്നും ഒരു പണിയും ഇല്ല. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാം. എനിക്ക് കൂട്ടാനും ഹരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ ഈശ്വര, അതുകൊണ്ട് എനിക്ക് ഈ മാത്സ് ബുദ്ധിമുട്ടാവുന്ന ആരും പേടിക്കണ്ട. സിമ്പിൾ മാത്സ് ആണ് ഉണ്ടാവുക. ഈ സിമ്പിൾ മാത്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റർ അലൗഡ് ആണ്. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. എനിക്ക് വലിയത് കുറക്കാനും അങ്ങനെയൊക്കെ നെഗറ്റീവും പ്ലസ് എല്ലാം വരുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കാൽക്കുലേറ്റർ കൊണ്ടുപോകും. കുറച്ച് ഫോർമുല പഠിച്ചു വെക്കണം. ചെറിയ ചെറിയ ഫോർമുലകൾ ഉണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്സിൽ. അങ്ങനെ ഒരു പ്രോബ്ലം പേപ്പറാണ് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഭാഗം. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്രാവശ്യം നിങ്ങൾക്ക് എക്കണോമിക്സ് 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇന്ത്യൻ ഇക്കോണമിയും സെക്കൻഡ് പാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സും. ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ ഇപ്പം 10 വരെ ഇപ്പൊ എനിക്കറിയാം ചെറിയ കുട്ടികൾക്ക് പാർട്ട് 1 പാർട്ട് 2 എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനെയല്ല ഉണ്ടാവുക. ഒരു പാർട്ട് 1 കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് 2 ഒന്നല്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം ഒന്നാമത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പരീക്ഷ വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഓണപരീക്ഷ നിങ്ങൾക്ക് ഇല്ല. ഇപ്പൊ ക്രിസ്മസ് പരീക്ഷ വിചാരിക്കാം. ഒരു ക്രിസ്മസ് പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു 3 ചാപ്റ്റർ ഉണ്ടാവും. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിൽ ഒരു 3 ചാപ്റ്റർ ആയിക്കോട്ടെ. ഒരു 3 ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ചിട്ട് തന്നെ ഉണ്ടാവും. അതിന്റെ വേറെ ഇന്ത്യൻ ഇക്കോണമി വേറെ സ്റ്റാറ്റിസ്റ്റിക്സ് വേറെ അങ്ങനെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുമിച്ചിട്ട്? ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഇക്കോണമി ആവും, രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും? സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാവോ നിങ്ങൾക്ക് ആ ചോദ്യം കണ്ടാൽ തിരി ഇത് ഇന്ത്യൻ ഇക്കോണമിയിലെ ചോദ്യമാണ്, രണ്ടാമത്തെ സ്റ്റാറ്റിയാണ്. നിങ്ങൾക്ക് തിരി, കാരണം നിങ്ങൾക്ക് ധാരണ കിട്ടും എന്തായാലും. അപ്പൊ ഇത്രയും ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ. 40 മാർക്കിന്റെ ചോദ്യം വരല് ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്നും 40 മാർക്കിന്റെ ചോദ്യം വരെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പൊ പ്ലസ് ടുവിന് നിങ്ങൾ പഠിക്കാന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, ഒരു മൈക്രോ ഇക്കണോമിക്സ് മാക്രോ ഇക്കണോമിക്സാ പഠിക്കും. അത് കുറച്ച് വിഷമമുള്ളതാ, കുറച്ച് വിഷമം. പക്ഷെ ഇപ്രാവശ്യം വളരെ എളുപ്പമാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ടീച്ചർക്ക് കുറെ വർഷമായിട്ട് എടുക്കുന്നു, ടീച്ചർക്ക് അറിയാതാണ്. ഇതിലൊക്കെ 100-ൽ 100 തന്നെ മേടിക്കാം. ഇന്ത്യൻ ഇക്കോണമിയും സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾക്ക് 100-ൽ 100 തന്നെ. കാരണം എത്രയോ ആൾക്കാർ വാങ്ങിച്ചിട്ടുമുണ്ട്. കാരണം പ്രോബ്ലം പേപ്പർ വളരെ എളുപ്പമാണ്. അതുപോലെ നിങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഓപ്ഷനും തരും. ഇപ്പൊ 2 മാർക്കിനാണെങ്കിൽ നിങ്ങൾക്ക് 10 എഴുതണമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഒരു 12 ചോദ്യം തരും. പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ ഏകദേശം എല്ലാം ഒന്ന് പഠിച്ചിട്ട് പോയ കുട്ടിക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. 12-ന് ഉത്തരം അറിയുന്ന ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 10 ചോദ്യം എഴുതുന്നുണ്ട്, 2 നമുക്ക് ഒഴിവാക്കാം. ഒരു 5 മാർക്കിന്റെ ആണെങ്കിൽ 5 മാർക്കിന് 4 എഴുതണമെന്ന് വെച്ചു, നിങ്ങൾക്ക് 5 ചോദ്യം തരും. നിങ്ങൾ എത്ര എഴുതണ്ടു? 4 എഴുതണ്ടു. ഇനി എസ്സേ 8 മാർക്ക്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്ട്രക്ചർ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുപോലെ തന്നെ 4 മാർക്ക് ഉണ്ടാവും, 3 മാർക്ക് ഉണ്ടാവും, 5 മാർക്കിന്റെ ഉണ്ടാവും, 8 മാർക്കിന്റെ ഇങ്ങനെ ഉണ്ടാവും. 8 മാർക്കേ പരമാവധി ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ 10 വരെ നമുക്കറിയാം ഒരുപാട് വൈഡായിട്ട് പഠിക്കണം. ഇപ്പൊ സോഷ്യൽ സയൻസ് ഒക്കെ നമുക്കറിയാം, നിങ്ങൾ തന്നെ അനുഭവിച്ചാണ്. സോഷ്യൽ സയൻസ് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഹിസ്റ്ററി ഒരു ഭാഗത്ത് പഠിക്കണം, നിങ്ങൾക്ക് അതുകൊണ്ട് ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം അല്ലെ, പിന്നെ പൊളിറ്റിക്സ് കുറച്ചുണ്ടാവും, സിവിക്സ് ഉണ്ടാവും. ഇതൊക്കെ കൂടി ഒരു മിക്സ്ചർ ആണ് നിങ്ങളെ സോഷ്യൽ സയൻസ്. ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ കണ്ടിട്ട് എനിക്കൊരു അനുഭവത്തിനിടയിൽ ഞാൻ പറയാം. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ആ 2 പാർട്ടേ ഉള്ളൂ, ഇന്ത്യൻ ഇക്കോണമിയും സ്റ്റാറ്റിസ്റ്റിക്സും. ഇതിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ എളുപ്പം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു പാഠം പറഞ്ഞുതരാം. ഏത് പാഠം അറിയാം? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച 10ാം ക്ലാസ്സിൽ ബാങ്കിന്റെ ഒക്കെ ഫംഗ്ഷൻ പഠിക്കുന്ന ഒരു പാഠം ഉണ്ടാ? 10ല് ബാങ്കിന്റെ ധർമ്മം പഠിക്കുന്ന പാഠം 10ൽ തന്നെ അല്ല 9th-ലാണോ അത്? പണത്തിന്റെ ഒക്കെ ഫംഗ്ഷൻ ഒക്കെ പഠിക്കുന്ന പാഠം, ബാങ്കിന്റെ ധർമ്മങ്ങള്. എനിക്ക് അത്ര ഓർമ്മയില്ല. അങ്ങനെയില്ല, അതായത് വളരെ എളുപ്പമില്ല, കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഏരിയ ആണ് ഇന്ത്യൻ ഇക്കോണമി. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത, അതായത് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. എനിക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ ഇക്കോണമി. പക്ഷെ വായിച്ചാലേ അത് കിട്ടുള്ളൂ. നമ്മൾ പറയുന്ന പോയിന്റുകളൊക്കെ വായിച്ചാൽ അത് കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്സ് ടീച്ചർ എടുക്കുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കി പോയിന്റുകളും ഗ്രാഫുകളൊക്കെയാണ്. ചെറിയ ചെറിയ പ്രോബ്ലം പാർട്ടും ചെറിയ ചെറിയ ഗ്രാഫും കുറച്ച് തിയറിയും കൂടി കൂടിയ പാട്ടാണ് ഏത്? സ്റ്റാറ്റിസ്റ്റിക്സ്. സംഭവം എളുപ്പമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ സ്റ്റാറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരം അതൊന്നും സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആരും വിചാരിക്കേണ്ട. ഗ്രാഫ് വരക്കാനൊക്കെ ഉണ്ടാവും, ഗ്രാഫ് ഒന്നും ഒരു പണിയും ഇല്ല. അതേപോലെ നിങ്ങൾ മീൻ മീഡിയൻ മോഡൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാ? മീഡിയൻ ഒക്കെ ഓർമ്മയുണ്ടാ? 10ാം ക്ലാസ്സിലെ മാത്സിൽ മീഡിയൻ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മദ്യം എന്നെല്ലാം പറഞ്ഞ സാധനം ഓർമ്മയുണ്ടാ? മീൻ മീഡിയൻ, ഒരു മിനിറ്റ്, മീൻ മീഡിയൻ എന്നൊക്കെ പറഞ്ഞ സാധനം പുതുകളി നമ്മളെ മീൻ മീഡിയൻ ഒക്കെ ഓർമ്മയുണ്ടാ? മാധ്യം, മധ്യമം, മഹിതം, അങ്ങനെ തോന്നുന്നു മലയാളം വാക്കല്ലേ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. മീഡിയനൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 10ാം ക്ലാസ്സിൽ മീഡിയനൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന ഒരു ഏരിയ, അത് കുറച്ച് സിംപ്ലിഫൈ വേർഷനിൽ വരുന്ന ഏരിയ ആണ്. വരും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓരോ പാഠങ്ങൾ. മീഡിയനെ കണ്ടുപിടിക്കേണ്ട ഒരു പാടുണ്ട്, ഗ്രാഫ് വരക്കേണ്ട ഒരു പാടുണ്ട്. അങ്ങനെയില്ല, കുഞ്ഞു കുഞ്ഞു പാഠങ്ങളാണ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ എക്കണോമിക്സ് ഇപ്രാവശ്യം നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഇപ്രാവശ്യം വളരെ എളുപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം എന്ന് ടെൻഷനൊന്നും വേണ്ട. പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. അല്ലാതെ എനിക്ക് ഇംഗ്ലീഷ് ആവുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാവില്ല. ആദ്യം എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ടീച്ചറും നിങ്ങളെ പോലെ ഇതേപോലെ 10ാം ക്ലാസ് വരെ സാധാരണ സർക്കാർ മലയാളം മീഡിയം പഠിച്ചിട്ട് എന്നിട്ട് ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികളുണ്ടാ? ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികളുണ്ടാ?
അഭിനന്ദ് ഇംഗ്ലീഷ് മീഡിയ? എല്ലാരും മലയാളം മീഡിയം കഴിഞ്ഞവരന്നെ അല്ലെ? മലയാളം മീഡിയം കഴിഞ്ഞവരന്നല്ലേ എല്ലാരും? ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ, എല്ലാം ഇംഗ്ലീഷ് മീഡിയം കഴിഞ്ഞതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അവർക്ക് പിന്നെ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. അവർക്ക് പിന്നെ ഏകദേശം ഒരു സാറാബീനെ എവിടെയോ കണ്ടിട്ടുണ്ടോ? സാറാബി എവിടെയോ കണ്ടൊരു മുഖപരിചയം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവം ടീച്ചർ പറയുന്നില്ലൂ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സമയത്ത്, ഏത് സമയത്ത് ഇംഗ്ലീഷിന് ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. ഏത് ഈ മലയാളം മീഡിയം കഴിഞ്ഞു വന്നവർക്ക്. അപ്പൊ ടീച്ചർ അടക്കം മലയാളം മീഡിയത്തിൽ സാധാ സ്കൂളിൽ പഠിച്ചിട്ട് +1 പോകുമ്പോൾ ഇവിടെ തന്നെ ഒരു അവസരം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ടീച്ചർ ഇപ്പൊ ഒരു പോർഷൻ എടുത്തു. ഞാൻ ഇതും കൂടി കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പോലായേ. ടീച്ചർ പോർഷൻ എടുത്ത പാട് ഞാൻ നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാവും. എഴുതുന്ന സമയത്ത് സ്പെല്ലിങ് ബുദ്ധിമുട്ട് വരും. ടീച്ചർ അടക്കം അനുഭവിച്ചാണ്. എക്കണോമിക്സിന്റെ സ്പെല്ലിങ് പോലും നമുക്ക് പഠിക്കേണ്ട ഒരു അവസ്ഥ വരും. സ്പെല്ലിങ് പഠിക്കണം, ഒരു സ്പെല്ലിങ് പഠിക്കണം, അത് വായിച്ചിട്ട് പഠിക്കണം, വായിക്കാൻ കിട്ടാത്ത വാക്കുകൾ ഉണ്ടാവും, അത് വായിച്ച് പഠിക്കണം, പിന്നെ അത് കാണാപ്പാഠം പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആദ്യം ഉണ്ട്, എന്തായാലും ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ചില ആൾക്ക് തോന്നും ഈശ്വര ഇത് എനിക്ക് ഉള്ളൂ, എനിക്കെന്ത് ചെയ്ത് ഇംഗ്ലീഷ് അറിയാത്തത്. അപ്പൊ അതേസമയം നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു ടീം കൂടി ഉണ്ട്. ഏത് ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് ചോദിച്ചില്ലേ? അപ്പൊ അവർ പറഞ്ഞില്ലേ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് 2-3 ആൾക്കാർ പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യും? ടീച്ചർ പറയുന്നതിന് മുന്നേ അവരവിടെ നോട്ടങ്ങ് എഴുതിയിട്ടുണ്ടാവും. അവർക്ക് വളരെ ഫാസ്റ്റില് കേഴ്സീവിലൊക്കെ എഴുതി അല്ലെ, അവർക്ക് സ്പെല്ലിംഗ് എഴുതിച്ചിട്ട് ധാരണ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഉറപ്പിച്ചോ, എന്തായാലും ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ അവരെ നിങ്ങൾ എന്ത് ചെയ്യും? ഓവർടേക്ക് ചെയ്യും. കാരണം നമ്മളൊക്കെ അനുഭവത്തിൽ നമ്മൾ കുറെ വർഷമായിട്ട് ഇത് കാണുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സ്പെല്ലിംഗ് ഒന്നും ഒരു വിഷയമല്ലാതെ ഇരിക്കും. പക്ഷെ ഒറ്റൊന്ന് ശ്രദ്ധിക്കണ്ടു, ആദ്യ സമയത്ത് ടീച്ചർ സ്പെല്ലിംഗ് ഒക്കെ തരുമ്പോൾ ആ സ്പെല്ലിംഗ് ഒക്കെ കൃത്യമായി പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈ സ്പെല്ലിംഗ് ഒരു വിഷയമല്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പിന്നെ അതന്നെയാണ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നതൊക്കെ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ആയിരിക്കും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതൊരു പ്രശ്നേ അല്ലാണ്ടായി മാറും. അതുകൊണ്ട് ടീച്ചറെ എനിക്ക് ഇംഗ്ലീഷ് ആവുന്നില്ല, ഞാൻ മലയാളത്തിൽ എഴുതുന്നൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾക്ക് അതൊരു അബദ്ധമായിട്ടേ മാറുള്ളൂ പിന്നീട്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു പണിയില്ലാണ്ട് നടക്കും. എന്തായാലും കൊമേഴ്സ് സബ്ജക്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തിരഞ്ഞെടുത്ത നല്ലൊരു സബ്ജക്ട് തന്നെയാണ്. ടീച്ചറൊക്കെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ് ചെയ്യുന്നത്. ഒരുപാട് ജോലി സാധ്യതയുണ്ട്. ശ്രീഹരിക്ക് ഉറക്കം വരുന്നുണ്ട്? ശ്രീഹരിക്കേക്ക് ഉറക്കം വരുന്നുണ്ട് തോന്നല്ല, ചെറിയൊരു കോട്ടുവാഴയെല്ലാം വരുന്നുണ്ട്. അപ്പൊ ടീച്ചർ ചാപ്റ്ററിലേക്ക് പോവാം. നിങ്ങളെ മൂഡ് ഞാൻ കളയുന്നില്ല. ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളെല്ലാവർക്കും ഞാൻ പറഞ്ഞു താല്പര്യത്തോടെ തന്നെ വന്നെയാണ്. ഇനി ആരെങ്കിലും താല്പര്യം ഇല്ലാതൊക്കെ വന്നെങ്കിൽ താല്പര്യപ്പെട്ടോ, കാരണം നല്ല വിഷയം തന്നെയാണ്. അങ്ങനെ വലിയ പ്രാക്ടിക്കലും വലിയ തല പുകക്കേണ്ട സാധനമൊന്നും ഇവിടെ ഇല്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നല്ല മാർക്ക്. ഇപ്പൊ മാട്രിക്സിന്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാം 99% 2 കുട്ടിയൊക്കെ ഉണ്ട്. 99% എന്നൊക്കെ പറഞ്ഞ നല്ല സ്കോറാണ്. ഇപ്രാവശ്യം റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 99%, 98, 90% മുകളിൽ എത്രയോ കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളോട് സ്കൂളിൽ തുറന്നിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നിങ്ങൾ ആരും സ്കൂളിൽ പോയിട്ടില്ല. അപ്പോ നിങ്ങളടുത്ത് പറയാനുള്ള കാരണം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകും. നമ്മൾ ക്ലാസ്സിലേക്ക് പോയാൽ പിന്നെ നമുക്ക് തിരിച്ച് നമ്മൾ ഇതിലേക്ക് വരൂല. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ സ്കൂള് തുറന്നാല് ഒരു മിനിറ്റ് സൗണ്ട് സ്കൂൾ തുറന്നാല് നിങ്ങൾ സ്കൂളിൽ NSS ഉണ്ടാവും, SPC ഉണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ ധാരണ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. NSS, SPC, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ ഏത് സ്കൂളായാലും ഇപ്പൊ എല്ലാ സ്കൂളുണ്ട് ഓൾമോസ്റ്റ്. നിങ്ങൾ അതും കൂടി നോക്കണം. നിങ്ങൾ പോകുന്ന സ്കൂൾ അത് ഉണ്ടോ? കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ മുന്നത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഇത് പറയാം, ഓപ്ഷൻ പറയുന്നതാണേ. +2 ഇത്രയും സ്കോർ നിങ്ങൾ ഇത്രയും 99%, 98 ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കണം, ആ കുട്ടികൾക്കൊക്കെ ഒരു ഗ്രേസ് മാർക്ക് അവരെ പിന്നിലുണ്ട്. ആദ്യം തന്നെ NSS ഉണ്ടോ? NSS മാഷ് വന്ന് നിങ്ങളോട് ചോദിക്കും NSS ഉണ്ടോ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് വൃത്തിയാക്കേണ്ട പരിപാടിയാണ്, ഇതിനൊന്നും പോയാൽ ശരിയാവൂല. നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഇത് ക്യാമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കണം 22 മാർക്കോളം നിങ്ങൾക്ക് കിട്ടും. പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു 22 മാർക്ക് എക്സ്ട്രാ കിട്ടുന്നത്. ഒരു 85% നിങ്ങൾക്ക് കിട്ടിയാൽ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് 90-ന് മുകളിലേക്ക് പോവാം. പല ആൾക്കും 90-ന് മുകളിൽ സ്കോർ കിട്ടുന്ന ഇപ്പോഴത്തെ ഒരു വലിയൊരു നിങ്ങൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടൊക്കെ ഉണ്ട്. SPCക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 40 എത്രയോ മാർക്ക് ഉണ്ട്, 40 മാർക്ക് ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പരീക്ഷ എക്സാം പാസ്സായാലും അയാൾക്ക് പാസ്സാവും. എന്തായാലും കുറച്ചൊരു മെനക്കെട്ടാ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ ചേരണം. ഞാനത് ആദ്യം പറയാൻ കാരണം പിന്നെ ടീച്ചർക്ക് അത് ഓർമ്മയുണ്ടാവില്ല. പിന്നെ ടീച്ചറൊക്കെ പാഠത്തിലേക്ക് പോയാൽ പിന്നെ ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾ വിജയ% കൂട്ടാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്കൂളിൽ ഉണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ഫ്രണ്ട് കൂടുന്നില്ല, ഞാൻ കൂടുന്നില്ല വിചാരിക്കാനേ പാടില്ല. ഒന്നിക്കൽ NSS അല്ലെങ്കിൽ SPC അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങൾക്ക് വേറെ ഡിഗ്രിക്ക് ചേരുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റ് ഗുണം ചെയ്യും, ഭാവിയിൽ ഗുണം ചെയ്യും. കൂടാണ്ട് നിങ്ങൾക്ക് +2 നല്ല സ്കോർ 1200 മേടിച്ചൊരു കുഞ്ഞിക്ക്
ഗ്രേസ് മാർക്ക് ഇല്ലാണ്ടില്ല, അത് ഉറപ്പാണ്. നിങ്ങൾ ഏത് സ്കൂൾ എടുത്ത് നോക്കിക്കോ, 1200 മാർക്ക് ഒരു കുട്ടിക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ എന്തായിട്ട് ഉറപ്പായിട്ട് എന്തുണ്ട്, അതിന്റെ പിന്നിൽ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട്, ഉറപ്പാണത്. കാരണം 1 മാർക്ക് 2 മാർക്കൊക്കെ നമുക്ക് എന്തായാലും കുറയാം, നമ്മളും മനുഷ്യർ തന്നെയല്ലേ, എന്തായാലും കുറയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയും, സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നോക്കണം ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ ചേരുന്ന സ്കൂൾ ഉണ്ടോ. കാരണം വലിയൊരു എഫക്റ്റ് ആണ്. കാരണം എനിക്ക് അറിയുന്ന ഒരു കുട്ടിയാണ്, എക്സാമ്പിൾ പറയാണ്, ഒരു അമൃത്, നിങ്ങൾക്ക് അറിയാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായ കുട്ടിയാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്കറിയാം ആരെക്കാളും ബ്രില്യന്റ് ആണ്. എന്ത് ചോദ്യത്തിന് അവൻ ആൻസർ ഉണ്ട്, എന്ത് ഡൗട്ട് വന്നാലും അത് ക്ലിയർ ചെയ്തിട്ട് അവൻ അടുത്തേക്ക് സ്കിപ്പ് ചെയ്യും. ഡൗട്ടൊക്കെ വന്നാൽ അതേപോലെ സ്കൂളിൽ ഏതെങ്കിലും പ്രോബ്ലം ഒക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും അവൻ ഇവിടെ എന്റെ അടുത്ത് വന്ന് ചോദിച്ച് ടീച്ചറെ ഇന്നൊരു ചോദ്യം ഉണ്ടായിന്. അപ്പൊ അങ്ങനെ ഡൗട്ടൊക്കെ തീർക്കുന്ന നല്ലൊരു കുട്ടിയാണ്. +1 എനിക്കൊന്ന് റിവിഷൻ, +1 +2 ഒക്കെ ഉണ്ടായതാണ് അമൃത്. അപ്പൊ അമൃതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഈ പറയുന്ന NSSനും SPC ടീച്ചർ അതൊന്നും കഴിയില്ല, ടീച്ചർ അതിനൊന്നും പണിക്ക് മെനക്കെടാൻ കഴിയില്ല. അവൻ പറഞ്ഞ ഡയലോഗാണ്, മെനക്കെടാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, അമൃതിനെക്കാളും സ്കോർ കുറവായ കുട്ടികളും അമൃതിന് മുകളിലുള്ളൂ. അമൃതിന് എനിക്ക് തോന്നുന്നു 89%, എൻ്റെ ഒരു വിശ്വാസം 89% ആണ്. ശരിക്കും പറഞ്ഞാൽ 89% അവൻ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ 95-ന് മുകളിലാണ് അവൻ ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കണം, നമ്മളൊരു പ്രവേശിക്കുന്ന സമയത്ത് മറ്റൊരു കോഴ്സിന് പ്രവേശിക്കുമ്പോൾ വലിയ എഫക്റ്റ് ആണ് ഈ മാർക്ക്. 1 മാർക്കിനൊക്കെയാണ് കോമ്പറ്റീഷൻ വരിക. ശരിക്കും അമൃതിന്റെ 89 അവൻ പഠിച്ചിട്ട് തന്നെ പഠിച്ചതാണ്, 1 മാർക്ക് പോലും എവിടുന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യത്തിൽ നമ്മൾ ഇത്ര കോൺഫിഡന്റ് ആയാലും ഇങ്ങനെയുള്ള സാധനം നിങ്ങൾ വളരെ ഗുണം ചെയ്യും. മുന്നേ എനിക്കറിയുന്ന വേറൊരു കുട്ടിയുണ്ട്, 92% അവളെ മാർക്ക്. എനിക്കറിയുന്ന പേഴ്സണലി അറിയുന്ന കുട്ടിയാണ്, കരിവള്ളൂർ കഴിഞ്ഞ കുട്ടി, ഇക്കൊല്ലല്ല അതിന് മുന്നത്തെ കൊല്ലം. 92% അവളെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ അവളെക്കാളും മാർക്ക് കുറവാണ്. പക്ഷെ അവരൊക്കെ സ്കൗട്ട്, എനിക്ക് തോന്നുന്നു അവിടെ സ്കൗട്ട് ഉണ്ട്, കരിവള്ളൂർ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. 40 എത്രയോ മാർക്കാണ് അതിന് കിട്ടുക തോന്നുന്നുണ്ട്. അതിന്റെ ഏതോ ഒരു ഗ്രേസ് പാസ്സായാല് 45 40 എത്രയോ മാർക്ക് അതിന് കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അവളെക്കാളും താഴെ, നമുക്കറിയാം ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുട്ടികളെ എബിലിറ്റി അറിയാലോ, നന്നായി പഠിക്കുന്ന മോളാണ്, പക്ഷെ അവൾക്ക് 92% അവളെ മാർക്ക്. പക്ഷെ അവളെക്കാളും പിന്നിൽ ഉണ്ടായവരൊക്കെ 96 97% എല്ലാവർക്കും. കാരണം അവരൊരു ടീമാണ്, അവർ 5 ആളുണ്ട്, ഇവളാണ് അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കുക. ബാക്കി 4 ആളും പഠിക്കൂല എന്നല്ല, പക്ഷെ ഇവൾ അത്രയില്ല. പക്ഷെ സ്കോർ വരുന്ന സമയത്ത് എന്തായി, ഇവർക്ക് 92, ബാക്കിയുള്ളൊക്കെ 97. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ സ്കൂൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് കൂടി ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ ഓവറോൾ കൂടും. നിങ്ങൾ പഠിക്കേണ്ടെന്നല്ല, നിങ്ങൾക്ക് പ്ലസ് അതിന്റെ കൂടെ നിങ്ങളൊരു ഓവറോൾ കൂടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി, എന്തായാലും ചേരണം. കാരണം കയ്യിലാക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല, എന്തിനും ഒന്നിനും കൂടും. അപ്പൊ നമുക്കിനി എക്കണോമിക്സിലേക്ക് കടക്കാം. ഏകദേശം നിങ്ങൾക്ക് ഞാൻ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്കണോമിക്സിൽ ഞാൻ ആദ്യം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങും, നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട്. കാരണം ഇന്ത്യൻ ഇക്കോണമി പറയുമ്പോൾ കുറച്ച് തിയറി ഒക്കെ പറയണ്ടല്ലോ. അപ്പൊ ഇതിനു വേണ്ടി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിൽ 1ാമത്തെ ചാപ്റ്റർ, അതും തിയറി ആണ്, അതിൽ പ്രോബ്ലം ഒന്നും വരുന്നൊന്നുമില്ല. സ്റ്റാറ്റിസ്റ്റിക്സിന് ഇൻട്രൊഡക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ്. ഒരു മിനിറ്റ്. സോറി, അത് ടിവിയിലെ സൗണ്ട് വരുന്നുണ്ട്, അപ്പൊ അതിന് കുറച്ചതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യം ടീച്ചർ ചോദിക്കുന്നത് ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് സ്പെല്ലിംഗ് എന്താണ്? എക്കണോമിക്സ് നിങ്ങൾ പറഞ്ഞോല്ലോ, എക്കണോമിക്സ് ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. ഇക്കണോമിക്സിന്റെ സ്പെല്ലിംഗ് അറിയാമായിരിക്കെങ്കിലും അറിയുന്നവരുണ്ടാവും, ഞാൻ പറഞ്ഞു അറിയുന്നവരുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. എക്കണോമിക്സ് സ്പെല്ലിംഗ് ഞാൻ തന്നെ പറയാം, നിങ്ങൾ ഇതാക്കുന്നത് ECONOMICS, ഇക്കണോമിക്സ്. അതിന്റെ മലയാളം എന്താണ്? എക്കണോമിക്സിന്റെ മലയാളം സാമ്പത്തിക ശാസ്ത്രം. അതാണ് ശരിക്കും അതിന്റെ മീനിങ്. ഇക്കണോമിക്സ് എന്ന് വെച്ചാൽ സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ആദ്യം തന്നെ അവർ ഇക്കണോമിക്സിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുന്നതിന് മുന്നേ അവർ എന്ത് ചെയ്യുന്നത്, ഇക്കണോമിക്സിന് ഒരു ഇൻട്രൊഡക്ഷൻ. എന്നിട്ട് നിങ്ങൾ ആദ്യം എക്കണോമിക്സ് എന്താണെന്നൊന്നും അറിയാണ്ട് ഡയറക്റ്റ് നിങ്ങൾ സ്റ്റാറ്റിലേക്ക് പോയി അതൊരു സുഖമില്ല. എക്കണോമിക്സ് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ ജസ്റ്റ് അവർ പറയുന്ന 2-3 കാര്യങ്ങളേ ഉള്ളൂ, ഞാൻ അങ്ങനെ ഡീപ്പായിട്ടൊന്നും പോകുന്നൊന്നുമില്ല. The word economics is derived from the Greek word oikonomia. ഇക്കണോമിക്സ് എന്ന് പറയുന്ന വാക്ക് ഏത് വാക്കിൽ നിന്നാണ് വന്നത്? ഒയിക്കണോമിയ. ഒന്നെല്ലാരും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. ഇക്കണോമിക്സ് എന്ന് പറയുന്ന വാക്കില്ലേ, നമുക്കൊരു പുതിയൊരു വാക്കാണ് ഇക്കണോമിക്സ്. അപ്പൊ ഈ വാക്ക് സോഷ്യൽ സയൻസിന്റെ ഭാഗമായ ഒരു സബ്ജക്റ്റിനാ ഒരു സെപ്പറേറ്റ്, ഇപ്പൊ നമുക്കറിയാം എക്കണോമിക്സ് ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന വാക്ക് ഏത് വാക്കിൽ നിന്ന് വന്നു പറയുന്നത്? ഒയിക്കണോമിയ. OIKONOMIA, ഒയിക്കണോമിയ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്ത് വാക്ക് വന്നിനി?
ഇക്കണോമിക്സ്. ഞാൻ ഈ പോയിന്റ് ജസ്റ്റ് പറയാം, ലാസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയും, ഇപ്പൊ ആരും എഴുതാൻ പോകണ്ട, ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഓർപ്പിക്കാം. ഇക്കപ്പോ ഒരു 1 മാർക്കിന് ഒരു ചോദ്യം, ദ വേർഡ് ഇക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഡാഷ്. ഏത് വാക്കുന്ന വന്നത്? ഒയിക്കണോമിയ. അതിന്റെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ്. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന അർത്ഥമുള്ള ഒയിക്കണോമിയ എന്ന് പറയുന്ന മീനിങ്ങിൽ നിന്ന വാക്കിൽ നിന്നാണ് എന്ത് വന്നത്? ഇക്കണോമിക്സ് എന്ന് പറയുന്ന വാക്ക് വന്നത്. അത്രയേ ഉള്ളൂ. ഒയിക്കണോമിയ ഒരു വാക്ക് നിങ്ങൾ പുതിയത് പരിചയപ്പെട്ടു. ഒയിക്കണോമിയ. ഇനി പറയുന്നത് ആദ്യകാലത്ത് നമ്മൾ ഈ എക്കണോമിക്സിന് വലിയൊരു പ്രചാരമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സോഷ്യൽ സയൻസിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇക്കണോമിക്സിന് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇക്കണോമിക്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ആഡം സ്മിത്ത് എന്ന് പറയുന്ന ആള്, അയാളുടെ പേരെന്താ പറഞ്ഞത്? ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാല് ഇക്കണോമിക്സിന് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഉണ്ട്, ഇക്കണോമിക്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ഒരു സബ്ജക്ട് ആണെന്നൊക്കെയുള്ള ഒരു ധാരണ കുറച്ച് കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പുതിയ പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴായിരിക്കും അയ്യോ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് നമുക്ക് തോന്നാം. അപ്പൊ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത് കൊണ്ട് ആഡം സ്മിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എന്തായാലും പേര് പറഞ്ഞത്? ആഡം സ്മിത്ത്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരുണ്ട് An Inquiry into the Nature and Causes of Wealth of Nation. ഇത്ര വലിയ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട, നിങ്ങളുടെ ബുക്കിന്റെ പേര് ഇത്രേ പഠിക്കണ്ടു, വെൽത്ത് ഓഫ് നാഷൻ. ടീച്ചർ അതിന്റെ ഫുൾ പേര് പറഞ്ഞു തന്നേ. ഫുൾ പേര് ഇതാണ്, An Inquiry into the Nature and Causes of Wealth of Nation. നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? വെൽത്ത് ഓഫ് നാഷൻ. അപ്പൊ ഞാൻ 2 ആൾക്കാരെ നിങ്ങൾ 2 സാധനം പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ആഡം സ്മിത്ത്, വെൽത്ത് ഓഫ് നാഷൻ. ആഡം സ്മിത്ത് എന്ന് പറഞ്ഞൊരു ഇക്കണോമിസ്റ്റ് ഉണ്ടായിനി, അയാളെ ബുക്കിന്റെ പേര് വെൽത്ത് ഓഫ് നാഷൻ. അത് പബ്ലിഷ് ചെയ്ത വർഷം കൂടി ഒന്ന് ഓർമ്മിച്ചു നോക്കുക, 1776, 1776. അപ്പോ ദ ഇമ്പോർട്ടന്റ് പബ്ലിക്കേഷൻ ഓഫ് ആഡം സ്മിത്ത് വാസ് ആൻ എൻക്വയറി. നിങ്ങൾ ഫുൾ പേര് പഠിക്കണ്ട കേട്ടോ, ഏത് പഠിച്ചാൽ മതി? വെൽത്ത് ഓഫ് നാഷൻ, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1776, 1776. ഇത്രയും കാര്യം ഓർമ്മിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു ബുക്ക് ഇറക്കി, ആ ബുക്കിൽ ഇക്കണോമിക്സിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച്, ഒരു സ്പെഷ്യലൈസ്ഡ് സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയി മാറിയത് എന്തെന്ന് നമ്മളെ എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ ദ ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആരാന്ന് നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടിക്ക് അത് അറിയണം. ആരായിരിക്കും ഫാദർ? ആരായിരിക്കും? ആഡംസ്. അതിനു വേണ്ടിയിട്ട് ടീച്ചർ ആ കാര്യം പറഞ്ഞത്. അപ്പം ടീച്ചർ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇക്കണോമിക്സ്? നിങ്ങൾ എന്താ ആൻസർ പറയും? ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് ആണ് ഇക്കണോമിക്സിന്റെ ഫാദർ. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വേണമെങ്കിൽ ചോദിക്കാം, ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്? മോഡേൺ ഇക്കണോമിക്സിന്റെ ഫാദർ ആരാന്ന് ചോദിക്കാം, നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കുക? മോഡേൺ ഇക്കണോമിക്സ് ചോദിച്ചാലും ഇക്കണോമിക്സ് ചോദിച്ചാലും ആരെന്നെയാണ് ഫാദർ? ആഡം സ്മിത്ത്. മോഡേൺ ആയാലും ശരി ഇക്കണോമിക്സ് ആയാലും ശരി എന്തെന്നെ ആരെന്നെയാ ഫാദർ? ആഡം സ്മിത്ത്. അപ്പം ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി അത്ര ഇക്കണോമിക്സ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഇത്രയും പഠിക്കണ്ടു. വേണമെങ്കിൽ സ്കൂളിൽ കുറച്ചധികം തിയറിയിൽ ഇങ്ങനെ വേണ്ടാണ്ട് AD BD എന്നെല്ലാം പറഞ്ഞിട്ട് തരും. പക്ഷെ ഞാൻ പറയാലോ, ടീച്ചർ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഇപ്പൊ അറിയുന്ന ഒരു കാര്യമുണ്ട്. ടീച്ചർ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് വന്നിട്ടുണ്ട്, എന്തായാലും അത് വന്നിരിക്കും. കാരണം നമുക്ക് അറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ഒക്കെ ഓരോ വർഷവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ നോക്കും. അപ്പൊ ടീച്ചർ ഇത് ഇത്ര വർഷം വന്നതാണെന്നുള്ള ഓരോ ഏരിയ എടുക്കുമ്പോൾ ഞാൻ പറയും. ഇപ്പൊ ഒരു പാഠം എടുക്കുമ്പോൾ ഞാൻ ഇന്ന ഭാഗം പ്രീവിയസ് ഇയർ ഒരുപാട് തവണ ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഉറപ്പിക്കുക, അതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന്, അല്ലെങ്കിൽ essay ആണെങ്കിൽ essay. ഇപ്പം മീൻ മീഡിയം മോഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടീച്ചർ ഉറപ്പിച്ച് പറയും, ഒന്നിക്കൽ ഇത് 8 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ ഇത് 5 മാർക്കിന് ചോദിക്കും. നിങ്ങൾ ഉറപ്പിച്ചോ, എന്തായാലും അത് ഒന്നിക്കൽ 5 മാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ 8 മാർക്ക്. അങ്ങനെ ഒരു വിഷയമുണ്ട്. എക്കണോമിക്സ് ഒരു ഗുണം അത്. കാരണം വെച്ചാൽ നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനേ വരുള്ളൂ. കാരണം അതിൽ അപ്പുറം ഇപ്പുറം ഒന്നും വരാനില്ല. അപ്പൊ ആ ഒരു രീതി ഓർമ്മിക്കുക. അപ്പൊ നിങ്ങൾ വെറുതെ കാട് കയറി പഠിക്കാൻ നിൽക്കണ്ട. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ഏരിയകൾ തന്നെ വളരെ പ്രധാനപ്പെട്ട അതേ ചോദിക്കൂലൂ. അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് ചില സ്കൂളുകൾക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവരിങ്ങനെ വേണ്ടാണ്ട് ഇന്ത്യൻ ഇക്കോണമി ഒക്കെ തിയറി ഇങ്ങനെ എഴുതി പഠിപ്പിക്കും. തിയറി ഇങ്ങനെ എഴുതി പഠിപ്പിച്ച് നിങ്ങൾക്ക് ആകെ ടെൻഷനാവും. ഹിസ്റ്ററി പോലെയൊക്കെ ആവും എക്കണോമിക്സിന്. പക്ഷെ നിങ്ങൾ അങ്ങനെ പഠിക്കാനേ പോണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റ് വൈസ് പഠിച്ചാൽ മതി. ഒരു പ്രശ്നമില്ല, പോയിന്റ് ആക്കിയിട്ട്. എന്നാലും നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കൂല. വെറുതെ 2, 3, 4 പേജ് പഠിച്ചിട്ടൊരു കാര്യമില്ല. നേരെ മറിച്ച് അതിനെ പോയിന്റ് വൈസ് ആക്കിയിട്ടാണെങ്കിലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ധാരണ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് പോയിന്റ് വൈസ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് തിയറി മറ്റേ ഹിസ്റ്ററി പോലെ ഭയങ്കര വൈഡായിട്ട് എഴുതി കൊടുക്കുന്നു വേണ്ട. പോയിന്റിനാണ് മാർക്ക്. ഇപ്പൊ 2 മാർക്കിനാണെങ്കിൽ ഒരു 3, 4 പോയിന്റ് മതി. essay ആണെങ്കിൽ ഒരു ഏകദേശം 1.5 പേജ് പോയിന്റ്. അത് നമുക്ക് അറിയാം. എന്നിട്ട് ടീച്ചർ അത് പറയുമ്പോൾ പറയും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു 1 മാർക്കിന്റെ ചോദ്യങ്ങളേ ഇല്ലൂ. എന്തൊക്കെ വരാം? ഇതൊന്നും വന്നിട്ടില്ല പ്രീവിയസ് ഇയറിൽ, ഇമ്പോർട്ടന്റ് അല്ല. ഇതൊക്കെ നിങ്ങൾ സെക്കൻഡ് ഇയറിലാണ് ചോദിക്കുന്നത്.
ഈ ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ഒക്കെ സെക്കൻഡ് ഇയറിൽ വന്ന ചോദ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരണം, അതുകൊണ്ടാണ് ഞാൻ തന്നത്. ടീച്ചർ ഇപ്പൊ ഇത്രേ പറഞ്ഞിട്ടു. എക്കണോമിക്സ് വന്ന വാക്ക് ഏത് വാക്കെന്നാ വന്നത്? ദ വേർഡ് ഇക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്, പേര് ഓർമ്മിച്ചെല്ലാരും, ഒയിക്കണോമിയ. എല്ലാരും ഓർമ്മിക്കണതേ, ഒയിക്കണോമിയ. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ, ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്, ഗൃഹഭരണം എന്ന മലയാളം മീനിങ്. ഗൃഹഭരണം എന്ന അർത്ഥമുള്ള ഒയിക്കണോമിയ. അതുകൊണ്ട് ആ ഒയിക്കണോമിയ മാത്രം കിട്ടിയാൽ മതി, വേറെ ഒഴിവാക്കിക്കോ, ഹൗസ് ഹോൾഡ് ഒന്നും വേണ്ട. ഒയിക്കണോമിയ, കാരണം അടുത്ത വർഷം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതുകൊണ്ടാ പറയുന്നത് ഒയിക്കണോമിയ എന്ന് പറഞ്ഞ മീനിങ് നിന്നാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന വാക്ക് വന്നത്. ഇനി ഹു ഈസ് ദ ഫാദർ ഓഫ് ഇക്കണോമിക്സ്? ആഡം സ്മിത്ത്. അത് ഓർമ്മിക്കാം. ഇമ്പോർട്ടന്റ് പബ്ലിക്കേഷൻ ഓഫ് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ നിങ്ങൾ ഫുൾ പേര് പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തേ പഠിക്കണ്ടു? വെൽത്ത് ഓഫ് നേഷൻ. കണ്മയ ഓക്കെ അല്ലേ? കണ്മയ വെൽത്ത് ഓഫ് നേഷൻ ഓർമ്മിക്കട്ട. വെൽത്ത് ഓഫ് നേഷൻ പബ്ലിഷ് ചെയ്ത വർഷം 1776, 1776. ഇത്രയും കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു. ഇനി നമ്മൾ വരുന്നത് നേരെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ നമ്മളെ ലക്ഷ്യം. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വന്നു. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വാക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, നല്ല രസം നോക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വാക്കും വേറൊരു വാക്ക് നിന്നാണ് വന്നത്. സ്റ്റാറ്റിസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നത്. ഏത്? സ്റ്റാറ്റിസ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വലിയൊരു വാക്ക് എഴുതാൻ വന്നിനി സ്റ്റാറ്റിസ്. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ, പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന അർത്ഥം. പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന അർത്ഥമുള്ള സ്റ്റാറ്റിസ്, ഒരു എസ് കൊടുത്താൽ മതി, STAITIS, സ്റ്റാറ്റിസ്. അത്രേ ഉള്ളൂ. സ്റ്റാറ്റിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നമ്മൾ ഏത് വാക്ക് വന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ ഇതിന്റെ ഒന്ന് സ്പെല്ലിംഗ് പ്രശ്നമാക്കണ്ട, ഞാൻ നോട്ട് തരുമ്പോ സ്പെല്ലിംഗ് പറഞ്ഞിട്ടേ നോട്ട് തരുള്ളൂ. അടുത്ത ക്ലാസ്സിൽ കുറച്ച് വേർഡ് പഠിച്ചിട്ട് വരാനും പറയും. ഇതൊക്കെ ഈ വേർഡൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ സ്പെല്ലിംഗ് പഠിക്കണം. ഞാൻ ചോദിക്കും നിങ്ങളടുത്ത്. എന്തായാലും സ്പെല്ലിംഗ് പഠിച്ചാലേ നിങ്ങൾക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. ഏതാ ലാറ്റിൻ വേർഡ്? ഏത് ലാറ്റിൻ വേർഡ് എന്ന് വന്നിനി? സ്റ്റാറ്റിസ്. ഓക്കെ ആണേ. അപ്പൊ നമ്മൾ എന്തിനാ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ, എന്തിനാ ഈശ്വര ഇത് പഠിക്കുന്നത്? ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനായിരിക്കും ഇങ്ങനെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട്? നമ്മളല്ല മൊത്തത്തില് എന്താ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഗുണം? എന്താ നമ്മൾ അതിൽ എന്താ പഠിക്കുന്നത്? ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ ഇടയിലോ കേട്ടിട്ടുണ്ടാവും, ഈ വാക്ക് പരിചയം ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തില്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വാക്ക് എന്താ ഇതിന്റെ ഉദ്ദേശം? ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലം മുതലേ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗത്തിലുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ഡിസിപ്ലിൻ ഒന്നും അല്ലെങ്കിലും പണ്ട് കാലത്ത് ഫവാസ് ഒന്ന് വൃത്തിയിലിരിക്കണം പോലെ, നീ ഇങ്ങനെ ഒരു ഉറക്കം പിടിച്ച പോലെ ഇങ്ങനെ ചാരുകസിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടാ. കുറച്ച് ശരിക്കും ഇരിക്കണം കേട്ടാ. ഫവാസ് ഏത് സ്കൂൾ പഠിച്ചതാ? സൗദിയിൽ ഉണ്ടായതാ? ഇപ്പൊ നാട്ടില് സെറ്റ് ആയതായിരിക്കും. ക്വാറന്റൈൻ ഒന്നല്ലല്ലോ? ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞു. അതെയാ? ഓക്കെ ഓക്കെ. അപ്പോ ഇത്രേ ഉള്ളൂ. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പണ്ട് മുതലേ. അപ്പൊ മലയാളം പ്രശ്നം എന്ന് പറയാം, ആദ്യത്തെ ക്ലാസ് തന്നെ മലയാളം കൂടുതൽ യൂസ് ചെയ്യുന്ന കേട്ടാ. കാരണം മലയാളം മീഡിയം കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ മലയാളം യൂസ് ചെയ്യുന്നത്. ഞാൻ നോട്ടൊക്കെ ഇംഗ്ലീഷിൽ തന്നെ തരും, പറയുന്ന കാര്യങ്ങൾ കൺസെപ്റ്റ് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞുതരും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ടീച്ചർ മലയാളം തന്നെ യൂസ് ചെയ്യുന്ന പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഫവാസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ നമ്മൾ പണ്ട് മുതലേ ഓൾഡ് ഡേയ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യ കാലത്ത് എന്തിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചതെന്ന് വെച്ചാല് പോപ്പുലേഷൻ, ഒരു ഏരിയയിൽ എത്ര ആൾക്കാർ താമസിക്കും. ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള സമയത്ത് അവർക്ക് എന്ത് വേണം അല്ലെ, നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഒരു കണക്കെടുക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗം ടീച്ചർ പറയുന്നത് പോപ്പുലേഷന്റെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ആർമിയിലുള്ള ആൾക്കാരുടെ എണ്ണം നമുക്കറിയാം, അതിർത്തി നോക്കിയിട്ടില്ലേ, ഓരോരോ അതിർത്തിയിൽ ഇത്ര ആൾക്കാരെ വിനിയോഗിക്കണം. അപ്പൊ അതൊക്കെ ഒരു കണക്കെടുക്കണം. ഇത്ര അതിർത്തികളുണ്ട്, അപ്പൊ ഒരു അതിർത്തിയിൽ 10 ആള് അല്ലെങ്കിൽ 20 ആള് അല്ലെങ്കിൽ 200 ആള്, ഇങ്ങനെ അതിർത്തികളിൽ നിശ്ചയിക്കാൻ വേണ്ടി ആർമികളുടെ കണക്കെടുക്കാൻ അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മെറ്റീരിയൽസ്, നമുക്ക് എത്ര ഒരു രാജ്യത്തിന് എത്ര സമ്പത്തുണ്ട്, ഓരോ രാജ്യങ്ങൾക്കും എത്ര സമ്പത്ത് ഉണ്ട് എന്ന് കണക്കാക്കാൻ വേണ്ടി ഇപ്പൊ ഇത്ര ഗോൾഡ് ഉണ്ട് അല്ലെ, ഇത്ര സ്വർണ്ണം ഉണ്ട് അല്ലെ, ഇത്ര പണം ഉണ്ട് അല്ലെ, ഇത്ര മറ്റു ആസ്തികൾ അല്ലെ, ഇത്ര പ്രോപ്പർട്ടികൾ ഉണ്ട്, ഇത്ര കമ്പനികൾ സ്വന്തമായിട്ടുണ്ട്. അപ്പൊ ഓരോ ഗവൺമെന്റിനുള്ള ആസ്തികളൊക്കെ കണക്കാക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യ കാലത്ത് എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെയും അതിനു മുന്നേയും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗം നോക്കുക. ശരിക്കും പറഞ്ഞാൽ കൗടില്യന്റെ അർത്ഥശാസ്ത്രം ഇതൊക്കെ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഞാൻ അവിടെ പറഞ്ഞു പോകുന്നത് ഏകദേശം ധാരണ കിട്ടുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് അല്ല. ശരിക്കും കൗടില്യന്റെ അർത്ഥശാസ്ത്രമൊക്കെ നോക്കിയാൽ അത് ഒരുപാട് കണക്കുകൾ പറയുന്നുണ്ടായിരുന്നു. അർത്ഥശാസ്ത്ര കണക്ക് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ സെന്റൻസ് മാത്രമാണ്. അപ്പൊ ഈ കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിലൊക്കെ ഒരുപാട് കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്.
ഇത്ര കണക്ക്. അപ്പൊ നമുക്ക് എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ആ സമയങ്ങളിൽ എന്തുണ്ട്, ഈ ഒരു കണക്കെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആ സമയങ്ങളിൽ ഉണ്ട് എന്നൊരു ധാരണ കിട്ടും. അപ്പൊ ആദ്യ കാലങ്ങളിൽ ജനസംഖ്യ കണക്കെടുക്കാൻ, ആർമിയിലുള്ള ആൾക്കാരുടെ എണ്ണം, മെറ്റീരിയൽ, നമുക്ക് എത്രത്തോളം വെൽ സെക്യൂർഡ് ആണെന്ന് നോക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചത്. അപ്പം ശരിക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിനൊക്കെ വന്നിട്ടുണ്ട്, 5 മാർക്കിനും വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ടീച്ചർ അതും കൂടി ഒരു കാര്യമായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ച ഏരിയ അതാണ്. കാരണം അതും കൂടി നിങ്ങൾക്ക് ആ ഒരു ഏരിയയും കൂടി പറഞ്ഞു തരണം. അപ്പൊ നിങ്ങൾ അടുത്ത ഈ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡിന നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. അതായത് സിംഗുലർ മീനിങ് ഉണ്ട്, പ്ലൂറൽ മീനിങ് ഉണ്ട്. എന്താ ഈ സിംഗുലർ, പ്ലൂറല്? ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് 2 രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെ രീതിയിൽ? സിംഗുലർ സെൻസിലും പറയാൻ പറ്റും, പ്ലൂറൽ സെൻസിലും പറയാൻ പറ്റും. എന്താ ഇംഗ്ലീഷിൽ സിംഗുലർ, പ്ലൂറൽ എന്ന് പറഞ്ഞ എന്താ സാധനം? അത് അറിയുന്നവർ ആരെങ്കിലും? സിംഗുലർ പ്ലൂറൽ എന്ന് വെച്ചെന്ന സാധനം അറിയില്ല? ആർക്കും അറിയില്ല. സിംഗുലർ പ്ലൂറൽ ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കുന്നില്ല, അതെന്താ സിംഗുലർ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയപ്പോ. സിംഗുലർ പ്ലൂറൽ എന്ന് വെച്ചാൽ അർത്ഥം ശ്രീരാഗ് പറയാൻ പറ്റുന്നത് അതന്നെ, ഏകവചനം ബഹുവചനം അല്ലെ. സിംഗുലർ എന്ന് വെച്ചാൽ ഏകവചനം, പ്ലൂറൽ എന്ന് വെച്ചാൽ ബഹുവചനം അല്ലെ. നമ്മൾ ഓരോ ഇത് പറയുമ്പോൾ അതിന്റെ എസ് ഒക്കെ കൊടുത്താൽ നമ്മൾ എന്താവും, അത് ബഹുവചനാവുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഏകവചനത്തിലും ഒരർത്ഥമുണ്ട്, 2 അർത്ഥത്തിലും നമുക്ക് പറയാൻ പറ്റുന്ന അവർ പറഞ്ഞത്. അത് സിംഗുലറിൽ ഒരു മീനിങ് ആയിരിക്കും, ആ മീനിങ് ആയിരിക്കും ഏതിലുണ്ടാവുക, പ്ലൂറൽ. അതിന് വേറെ മാറ്റൊന്നുമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒറ്റ വാക്ക്, അതിന് സിംഗുലർ മീനിങ് ഉണ്ട്, പ്ലൂറൽ മീനിങ് ഉണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കലുണ്ട്, അതായത് 2 സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 2 സെൻസിൽ. അപ്പൊ ഏതൊക്കെ സെൻസിൽ പറയാൻ പറ്റും നമുക്ക്? ഇൻ സിംഗുലർ സെൻസിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പഠിക്കണം, അതുപോലെ പ്ലൂറൽ സെൻസിലും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു 3 മാർക്കിനൊക്കെ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ടീച്ചർ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ പ്രീവിയസ് ഇയറിൽ വന്നൊരു ചോദ്യം ഇതാണ്. ഇത്രയും ടീച്ചർ പറഞ്ഞതിൽ വെച്ച് നോക്കുമ്പോൾ പ്രീവിയസ് ഇയറിൽ വന്നൊരു ചോദ്യമാണ് 2 സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ്. പറയട്ടെ, അത് കൺഫ്യൂഷൻ ഒന്നാവൂലല്ലോ. അത് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ശരിയാക്കി, ഇന്നലെ അത് പറഞ്ഞിട്ട് അതിന്റെ നോട്ട്, ജസ്റ്റ് ആ കാര്യങ്ങൾ നോട്ട് തരാം. ചെറിയ 2 സെന്റൻസേ ഉള്ളൂ, സംഭവം വേഗം തരും. ഇൻ സിംഗുലർ സെൻസ്, ആദ്യം പ്ലൂറൽ പറയാം, സിംഗുലർ ആണെന്ന് പറ്റേ. ഇൻ പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. എന്താ പറഞ്ഞിനി? ഇൻ പ്ലൂറൽ മീനിങ്, പ്ലൂറൽ ആണേ സിംഗുലർ അല്ല, ഇൻ പ്ലൂറൽ മീനിങ്ങിൽ അല്ലെങ്കിൽ ഇൻ പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാല് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. എന്താ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ എന്ന് വെച്ചാല്? ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ എന്ന് വെച്ചാല് എണ്ണം പറയും. എണ്ണം പറയുന്നില്ല, നമ്മൾ എണ്ണം പറയില്ലേ, ക്വാണ്ടിറ്റേറ്റീവ്. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ 10 മുട്ടായി ഉണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ മൊത്തം എത്ര കുട്ടികളുണ്ട്? നമ്മളെല്ലാവരും വെച്ച് 4 4 8 അല്ലെ, 8 3 11 ആള്. ഇപ്പൊ ഏകദേശം നമ്മൾ ഇത് നോക്കുമ്പോൾ ഇതിലൊരു 11 ആള് നമ്മളെ സൂം മീറ്റിംഗിൽ ഉണ്ട്. ഇപ്പൊ ഒരു എണ്ണം അല്ലേ ടീച്ചർ പറയുന്നത്? ഒരു ക്വാണ്ടിറ്റി അല്ലേ പറയുന്നത്, എണ്ണം. അപ്പോ നമ്മൾ വെറുതെ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് പറയുന്നെങ്കിൽ അതിനെയും നമ്മൾ എന്ത് വിളിക്കലുണ്ട്? അതല്ല നമ്മൾ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അതാണോ? അല്ല, അത് നിങ്ങൾ ഓർമ്മിക്കുക. അതായത് പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവാൻ പഠിപ്പിച്ചത് ഇത്രേ പറഞ്ഞിട്ടു. പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞിനി? ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. എക്സാമ്പിൾ എന്ത് പറയാ? ഇത്രയാണ് ബർത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇത്രയാണ്, അതിൽ ആൺകുട്ടികൾ ഇത്രയുണ്ട്, എണ്ണം പറയുന്നു. അതായത് ഒരു 65 കുട്ടികളാണ് ഈ ക്ലാസ്സിലുള്ളത്. 65-ൽ ഒരു 30 എണ്ണം ആരാണ്? ആൺകുട്ടികളാണ്. ബാക്കി 35 എണ്ണം പെൺകുട്ടികളാണ്. ഇതിലൊക്കെ ഞാൻ ഒരു എണ്ണം പറയുന്നില്ല കുട്ടികളെ, വെറുതെ ഒരു എണ്ണം പറയും. ഇങ്ങനെ വെറുതെ എണ്ണം പറയുന്നതിന് നമ്മൾ എന്ത് പറയും? അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നിങ്ങളെ മാർക്കിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാ. നിങ്ങൾക്ക് അതാണ് ശരിക്കുള്ള മീൻ ചോദിക്കേണ്ടത്. എങ്ങനെയാണ് നിങ്ങൾ ഇത് ഫസ്റ്റ് ഇടും? ഓണപരീക്ഷ കഴിഞ്ഞല്ലോ, ഓണപരീക്ഷയിൽ നിങ്ങളെ മാർക്കിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പൊ എന്താ എടുത്തു കൊടുക്കേണ്ടത്? നിങ്ങളെ മാർക്കുകൾ എണ്ണല്ലേ അതിൽ പറ. ഓരോ മാർക്ക് കിട്ടി, ഇത്ര ഇന്ന് മലയാളത്തിൽ ഇത്ര മാർക്ക് അല്ലെ, ഓരോ വിഷയത്തിലും കിട്ടിയ മാർക്കുകൾ എണ്ണം, ക്വാണ്ടിറ്റി അല്ലേ. ഇങ്ങനെ വെറുതെ ഒരു ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ അതും എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷെ ഏത് സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സ്? ഏത് സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സ്? എല്ലാരും മാറിപ്പോകാണ്ട് ഉറപ്പിക്കുക. ഏത് സെൻസില്? പ്ലൂറൽ സെൻസിൽ. ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാ? ടീച്ചർ ഇത്രേ പറഞ്ഞിട്ടു. പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്തേ അർത്ഥമുള്ളൂ? ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ക് പറയാം. ഇപ്പൊ പറഞ്ഞ പോലെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം,
ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇത്രയും, ഇന്ന് ഞാൻ പച്ചക്കറി ഇത്ര കിലോ പച്ചക്കറി വാങ്ങിച്ചു, ഒരു എണ്ണയിൽ വന്നിട്ടുണ്ട്, ഒരു ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ക്വാണ്ടിറ്റി മാത്രം പറയുകയാണെങ്കിൽ അത് ഏത് സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്? പ്ലൂറൽ സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ മീനിങ് ആണ്. ഇൻ പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് റെഫേഴ്സ് ടു ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. അത്ര നമ്മൾ കളക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ ആണ്, ടീച്ചർ അവിടെ നിർത്തി. ഇനി സിംഗുലർ സെൻസിൽ, ഇൻ സിംഗുലർ സെൻസിൽ ഏകവചന രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഇൻ സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ദ സബ്ജക്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലേ, സബ്ജക്റ്റില് വിഷയം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വിഷയം ഏത് സെൻസിലാണ്? സിംഗുലർ സെൻസിലാണ്. അപ്പൊ നിങ്ങൾ മാറിപ്പോവാണ്ട് നിൽക്കുക, സിംഗുലർ സബ്ജക്ട് എസ് എന്ന് കണക്ട് ചെയ്യുക. പല ആൾക്കും അത് മാറിപ്പോവും, അതുകൊണ്ട് എന്ത് ചെയ്യുക? എസ് സിംഗുലറിലുള്ളതാണ് ഏത്? സബ്ജക്ട്. നിങ്ങൾ പഠിക്കുന്നത് ഏതാണ്? സിംഗുലർ സെൻസിലെ സ്റ്റാർട്ട്. ഇൻ സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ദ സബ്ജക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നിങ്ങൾ പഠിക്കുന്ന വിഷയമാണ് അതിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, എന്തൊക്കെ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്? ശരിക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പാഠം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ അതേ രീതിയിലാണ് പോകും. നിങ്ങൾ അടുത്ത പാഠം, നിങ്ങൾ നെക്സ്റ്റ് അടുത്ത പാഠം, അതൊക്കെ കണ്ടിന്യൂയിങ് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ശരിക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു 8 എളുപ്പത്തിൽ, നമ്മുടെ ടൈം കുറച്ച് പ്രശ്നം വരും, ആ വിചാരിച്ച പോലെ നിർത്താനാവും തോന്നുന്നു. 11 മണിക്ക് വൈൻഡപ്പ് ചെയ്യും, പക്ഷെ ഞാൻ ആ ഏരിയ എത്താൻ ഡൗട്ട്. ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഏത് സെൻസാ പറയുന്നത്? സിംഗുലർ സെൻസ്. എല്ലാവരും ഓർമ്മിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത്, ഞാനിപ്പോ ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞ കൊറോണ എടുക്കാം. കൊറോണ റിലേറ്റഡ് ഒരു സാധനം നമ്മുടെ നാട്ടിൽ പറയാം, കൊറോണയുടെ പ്രശ്നമുണ്ട്. അപ്പൊ അതിന് വേണ്ടി അതിന് പരിഹാരം കണ്ടെത്താനൊന്നല്ല, എത്ര ആൾക്കാർ വിദേശത്ത് നിന്ന് വന്നു എന്നുള്ളൊരു കണക്കെടുക്കുക. അതായത് മറ്റുള്ള രീതിയിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും ബോഡി, ഇപ്പൊ ഡെങ്കു എടുക്കുക. കൊറോണ ഇപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആവുന്ന ഏരിയ, നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല അല്ലെ കൊറോണയുടെ ഐഡിയയിൽ. അപ്പൊ അത് നിൽക്കുന്നു. ഡെങ്കു ഫീവർ എടുക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഡെങ്കിപ്പനി കൂടി വരുന്നു. അപ്പൊ ഞാനൊരു പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണെന്ന് വിചാരിക്കുക. ഒരു പഞ്ചായത്തിലെ റിസർച്ച് പ്ലാനിങ് എല്ലാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ഇവരെ മീറ്റിംഗ്, ആരോഗ്യ വിഭാഗത്തിന് മീറ്റിംഗ് വിളിച്ചു. അതിൽ കുറെ ആശാ വർക്കറും അല്ലെ അങ്ങനെയുള്ള അവരൊക്കെ പങ്കെടുത്തിട്ട് എന്നിട്ട് ഞാൻ പറയാണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഡെങ്കിപ്പനി കൂടി വരുന്നുണ്ട്, അപ്പൊ ഈ ഡെങ്കുമായി ബന്ധപ്പെട്ട ഡാറ്റയൊക്കെ എനിക്ക് വേണം. ഞാൻ എന്താ പറയുന്നത്? ഡെങ്കു ഫീവറുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റകളൊക്കെ, എത്ര ആൾക്ക് പനിയുണ്ട്, മൊത്തം നമ്മളെ പഞ്ചായത്തിൽ എത്ര ആൾക്ക് പനിയുണ്ട്, ആ പനിക്കാരൊക്കെ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഡാറ്റയൊക്കെ എനിക്ക് കിട്ടണം എന്ന് പറയും. ഒരു സമയം കൊടുക്കും ഞാൻ. അപ്പൊ ഇവരെന്താ ചെയ്യല്? ആ റൂമിൽ നിന്നാണ് അവർക്ക് ഉത്തരം കിട്ടുക. ഈ ആശാ വർക്കർമാർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും ഒക്കെ ആ റൂമിൽ നിന്ന് ഉത്തരം കിട്ടുക. എത്ര ആൾക്ക് ഡെങ്കു ഉണ്ട് എന്നൊക്കെ അവർക്ക് വിവരം കിട്ടുക. അവരെന്താ ചെയ്യുക? നിങ്ങൾ തന്നെ പറയാം, നിങ്ങളുടെ തന്നെ ഉത്തരം കിട്ടും. അവരെന്താ ചെയ്യുക? കണ്ണി എന്തോ പറയുന്നുണ്ട്, എന്താ അവര് ചെയ്യുക? റെക്കോർഡ് ചെയ്ത ഡാറ്റ നോക്കും. റിപ്പോർട്ട് ചെയ്ത ഡാറ്റ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ. ഒരു റിപ്പോർട്ട് ഡാറ്റയും ഇല്ല. അവരാദ്യം എന്താ ചെയ്യുക? അവരോട് ആദ്യമായിട്ട് വിളിക്കണേ, ഡെങ്കിപ്പനി വരുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഡെങ്കു ഫീവർ ഒക്കെ കാണുന്നുണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഉടനടി എനിക്ക് സാധനം വേണമെന്ന് ഞാൻ പറയും. എന്താ അവരാദ്യം ചെയ്യുക? ആരെങ്കിലും എനി ഐഡിയ? അവരാദ്യം എന്താ ചെയ്യുക? ഓരോ ആശാ വർക്കർമാരും എന്ത് ചെയ്യും? അവർക്ക് നിയോഗിച്ച സ്ഥലം ഉണ്ടാവൂലേ? നിങ്ങളൊക്കെ വീട്ടിൽ വരലില്ലേ? നിങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും. എന്താ ചെയ്യില്ല? അവര് ഡാറ്റ കളക്ഷൻ നടത്തും. അപ്പൊ അവർ ആദ്യം ചെയ്യുന്ന കാര്യം എല്ലാവരും ഓർമ്മിച്ചോ, കളക്ഷൻ ചെയ്യും. നിങ്ങളുടെ അടുത്ത പാഠം, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടുത്ത പാഠത്തിന്റെ പേരെന്താണ്? കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പൊ ഓർമ്മിക്കുക, സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒന്നാമത് നമ്മൾ എന്താ ചെയ്യുന്നത്? കളക്ഷൻ ചെയ്യും അവര്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ടീച്ചർ അതിലേക്ക് വരുന്നത്. ഇനി ആശാ വർക്കർമാരൊക്കെ കളക്ട് ചെയ്തു ഡാറ്റ. ഇങ്ങനെ ഓരോരാളടുത്ത് ഓരോ വീട്ടിൽ ഓരോ അപ്ലിക്കേഷൻ ഫോർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഓരോ വീട്ടിൽ അപ്ലിക്കേഷൻ ഫോറും അട്ടി വെച്ചിട്ട് ഇങ്ങനെ അവർ എന്റെ മുന്നിൽ കൊണ്ടുതരും. എന്റെ മേശ തേച്ചും ഡാറ്റയാണ്. ഞാൻ അങ്ങനെ സ്വീകരിക്കുക? അവർ ഓരോ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത ഫോർ എനിക്ക് ഇങ്ങനെ ഇത് 5-ാം വാർഡത്തെ ഒരു കെട്ടിത, 6-ാം വാർഡത്തെ ഒരു കെട്ടിത, 8-ാം വാർഡത്തെ ഒരു കെട്ടിത എന്നിട്ട് കൊണ്ടുവന്നാൽ ഞാനത് സ്വീകരിക്കുക. അവരെന്ത് ചെയ്യണം? ഈ കളക്ട് ചെയ്ത ഡാറ്റ അവരൊരു കാരണം ചെയ്യാനുണ്ട്. അവരെന്ത് ചെയ്യണം? അതിനാ ഓർഗനൈസ് ചെയ്യണം. അവരെന്താ ചെയ്യേണ്ടത്? ഓർഗനൈസേഷൻ ചെയ്യണം. എങ്ങനെ ഈ ഓർഗനൈസേഷൻ ചെയ്യുക? ഓർഗനൈസേഷൻ അതായത് അവർ നോക്കും, ഇത്ര വാർഡ്, മൊത്തം ഇത്ര വാർഡ് ഉണ്ട്. അപ്പൊ മൊത്തം വാർഡ് ഒറ്റൊരു ഫോമിലേക്ക് ഇതിനെ മൊത്തം കൊണ്ടുവരും. അവർ കളക്ട് ചെയ്ത ബണ്ടിൽ അവരെന്ത് ചെയ്യും? ഒറ്റ ഫോറത്തിലേക്ക് കൊണ്ടുവരും. അതായത് മൊത്തം ആളുകളുടെ എണ്ണം ഇത്ര, അതിൽ പനി ബാധിച്ചവരെണ്ണം ഇത്രയുണ്ട്. ഒരു ടേബിൾ ആക്കിയാൽ മതിയല്ലോ. അതിൽ ചെറിയ കുട്ടികൾ ഇത്ര, അവർ മൊത്തം നോക്കും. അവരുടെ ഡാറ്റ എടുത്തിട്ട് അവരെന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ ചെയ്യും. നല്ല രീതിയിൽ തന്നെ പ്രസന്റേഷൻ നടത്തും അല്ലെ? നല്ലൊരു ബോക്സിലോ
അല്ലെ നല്ലൊരു പെട്ടി നല്ല പട്ടികയാക്കിയിട്ടോ അല്ലെ നല്ലൊരു വട്ടം വരച്ചിട്ടോ എങ്ങനെ രീതിയിലായാലും അവരെന്ത് ചെയ്യണം അതിനാ പ്രസന്റേഷൻ ചെയ്യണം. എന്നിട്ട് അതാണ് ആർക്ക് തരേണ്ടത്? എനിക്ക് തരേണ്ടത്. എന്നാലേ ഞാൻ സ്വീകരിക്കേണ്ടത്. ഇവരെ തന്ന ബണ്ടിലും കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉത്തരത്തിലെത്താൻ പറ്റുവാ? ഉത്തരത്തിലെത്താൻ വേണ്ടി പറ്റുവാ? ഇല്ല. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കളക്ഷൻ ചെയ്യണം, ഓർഗനൈസേഷൻ ചെയ്യണം. അതൊക്കെ നമ്മൾ നിങ്ങളുടെ മൂന്നാമത്തെ പാഠാണ്. ഞാനിപ്പോ പറഞ്ഞ ഈ ഓർഗനൈസേഷൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം നമ്മൾ വൃത്തിയിൽ പഠിക്കും. അത് നിങ്ങളുടെ മൂന്നാമത്തെ പാഠം. ഇനി ചിലപ്പോ പ്രസന്റേഷൻ ചെയ്യും. ചില ആൾക്കാർ നല്ല വൃത്തിക്ക് ടേബിൾ ഒക്കെ ആക്കിയിട്ടൊക്കെ പ്രസന്റ് ചെയ്യും, ഗ്രാഫ് ഒക്കെ വരച്ച് പ്രസന്റ് ചെയ്യും. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രസന്റേഷൻ ചെയ്യും. ഇനി എന്റെ കൈശം കിട്ടി, ഞാൻ അതിനെന്ത് ചെയ്യും? ഒന്ന് അനാലിസിസ് ചെയ്യും. വിശകലനം ചെയ്യണ്ടേ? ഏത് വാർഡിലാണ് കൂടുതൽ, ഏത് വാർഡിലാണ് കുറവ്, ഇങ്ങനൊക്കെ അനാലിസിസ് ഞാൻ നടത്തണം അല്ലെ? എന്തൊക്കെ ഇതിന് ചെയ്യണം, ഇതൊക്കെ എന്താ ഇത് വരാനുള്ള കാരണം, ഇങ്ങനെ ഒരു അനാലിസിസ് ഞാൻ നടത്തും. അനാലിസിസ് ചെയ്യും. അവസാനം ഞാൻ എന്ത് ചെയ്യും? ഇന്റർപ്രിട്ടേഷനിലെത്തും. ഇന്റർപ്രിട്ടേഷൻ വെച്ചാല് ഒരു ഉത്തരത്തിലെത്തും അല്ലെ? മൊത്തം ഇത്ര ഒരു നിഗമനത്തിലെത്തും. ഇതാണ് മക്കളെ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള പാഠങ്ങൾ അതാണ്. നിങ്ങൾ രണ്ടാമത്തെ പാഠം കളക്ഷൻ ഓഫ് ഡാറ്റ, മൂന്നാമത്തെ പാഠം ഓർഗനൈസേഷൻ, പിന്നത്തെ പാഠം പ്രസന്റേഷൻ, പിന്നെ അനാലിസിസിൽ വരുന്നതാണ് ഈ മീൻ മീഡിയൻ മോഡൊക്കെ അനാലിസിസിൽ വരുന്ന ഏരിയ. അപ്പൊ ഇതാണ് നിങ്ങളുടെ സബ്ജക്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഞാൻ നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്നില്ല. ടീച്ചർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് എന്താ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാല് സബ്ജക്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ്, ടീച്ചർ പറഞ്ഞ സാധനങ്ങൾ, ഇറ്റ് ഇൻക്ലൂഡ്സ് കളക്ഷൻ, ഓർഗനൈസേഷൻ, ഞാൻ ഈ പറഞ്ഞ സാധനമൊക്കെ പറഞ്ഞാൽ മതി, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഇത്രയും സാധനങ്ങൾ കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിംഗുലർ സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇത്രയുള്ളൂ. പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞിനി? വെറും ക്വാണ്ടിറ്റി, ഒരു കണക്കോ കളക്ഷനും ഇല്ലാതെ ഒന്നുമില്ല. വെറുതെ എന്ത് ചെയ്യുന്നത്? എണ്ണം പറയും. വെറുതെ ഒരു എണ്ണം പറയുന്നെങ്കിൽ അതിനെന്ത് വിളിക്കാം നമുക്കത്? അത് പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അർത്ഥമാണ്. എന്നാൽ സിംഗുലർ സെൻസിലോ? സിംഗുലർ സെൻസിൽ വെറും ക്വാണ്ടിറ്റി മാത്രമൊന്നും അല്ല. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? കളക്ഷൻ വരുന്നുണ്ട് അല്ലെ? അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതിനെ അനാലിസിസ് ചെയ്യുന്നുണ്ട്, അതിനെന്ത് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്. ഇതൊക്കെ കൂടി ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഏകദേശം ഒരു സിംഗുലർ സെൻസും പ്ലൂറൽ സെൻസും ഐഡിയ കിട്ടിയാ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാ? അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ടീച്ചർ പറയാ. ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാ? ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ. ഇത്രയും പറഞ്ഞിട്ടു. രണ്ട് സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. സാറാബിക്ക് ഡൗട്ട് ഉണ്ടോ മോളെ? സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും. പ്ലൂറൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഓർമ്മിക്കുക, വെറും എന്തേ ഉള്ളൂ? ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ മാത്രം. ഓൺലി ക്വാണ്ടിറ്റേറ്റീവ്, വെറുതെ എണ്ണം പറയും. അങ്ങനെയാണെങ്കിൽ അത് ഏത് സെൻസ് ആണ്? പ്ലൂറൽ. ഇനി സിംഗുലർ ആണെങ്കിലോ? സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഓർമ്മിക്കണം എന്താണ്? നിങ്ങൾ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ടീച്ചർ ഈ പറഞ്ഞ സാധനം. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കളക്ഷൻ ചെയ്യണം, പിന്നെ അതിനെ നല്ല ഓർഗനൈസേഷൻ ചെയ്യണം, അതിനെ പ്രസന്റേഷൻ നടത്തണം, പിന്നെ അതിനെ അനാലിസിസ് നടത്തണം. ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമാവും. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഇനി ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. കാരണം നിങ്ങൾ അടുത്ത പാഠത്തിൽ കളക്ഷൻ വളരെ എളുപ്പത്തിൽ കിട്ടും. എങ്ങനെ ഓർഗനൈസ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഇനി ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമാക്കണ്ട. അപ്പൊ ഇത്രയും ഏരിയ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ടീച്ചർ ആകെ ഒരു ചെറിയൊരു ഷോർട്ട് ആൻസറേ പറഞ്ഞിട്ടില്ലൂ, സിംഗുലർ മീനിങ്ങിലും പ്ലൂറൽ മീനിങ്ങിലും. അപ്പൊ നമുക്ക് ഇന്ന് തന്ന സാധനങ്ങളൊന്നും എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അടുത്ത ക്ലാസ്സിലാകുമ്പോഴത്തേക്ക് അത് മറന്നു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നോട്ട് എന്തായാലും ആക്കണം. ഒരു നോട്ടിൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ ഇക്കോണമി എഴുതാം, അതിന്റെ അപ്പുറ സൈഡിൽ എന്ത് ചെയ്യാം? സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതാം. ഏതെങ്കിലും അപ്പുറം ഇപ്പുറം നിങ്ങൾ ഇഷ്ടം. ഇന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിലോ എന്തെങ്കിലും എഴുതിയെടുക്കാം. അടുത്ത ക്ലാസ്സിൽ ഒരു നോട്ട് വേണം. ഒരു സൈഡിൽ നമുക്ക് ഇന്ത്യൻ ഇക്കോണമി, മറ്റേ സൈഡിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതാം. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓർമ്മിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിന് ഈ ഒന്നാമത്തെ പാഠം നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ജസ്റ്റ് വേഗം എഴുതാം. കാരണം നമുക്ക് അത്രയും സമയം 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? ഒരു 5 മിനിറ്റ് ബ്രേക്ക് എല്ലാം തരലുണ്ട്. ഇന്ന് പിന്നെ പറഞ്ഞങ്ങ് പോയി. അടുത്ത ക്ലാസ്സിലൂടെ 5 മിനിറ്റ് ബ്രേക്ക് തരും കേട്ടാ. അതിന്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാം. നിങ്ങൾ ഒരേ ഫോണിൽ തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒരു ബ്രേക്ക് ചെയ്യും, പുറത്തെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതിക്കോ നിങ്ങള്. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻട്രൊഡക്ഷൻ, INTRODUCTION. ഇൻട്രൊഡക്ഷൻ. പുതിയ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ്. നിങ്ങൾ ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്നാണ് ഉള്ളത്. ശരിക്കും അതിന്റെ പേര് അതാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ്. ടീച്ചർ ഒരു മിനിറ്റ്. 11:30 വരെയാണ് ക്ലാസ്. ഓ 11:30 വരെയാ? ഓക്കെ ഓക്കെ, ശരിയാണല്ലേ? 10 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്ത്? എനിക്ക് ഓർമ്മയില്ല. സോറി. ഞാനിപ്പോ ലീവ് ആയിട്ടായിരുന്നു കേട്ടാ. സോറി. അപ്പൊ ഓക്കെ.
അപ്പോ Heading അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്ത ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ എഴുതുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് ആ? സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് ചെയ്യുന്നുണ്ടാ? ശരിക്കും ജസ്റ്റ് അത് പ്രശ്നമൊന്നുമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്പെല്ലിംഗ് ആദ്യം ടീച്ചർ പറയാം. STATISTICS സ്റ്റാറ്റിസ്റ്റിക്സ്. Introduction എന്താണ് ടീച്ചറെ? ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നല്ലേ ഹെഡിങ്? അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ല സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ്. ഓക്കെ, അതില്ലാത്തവർ എന്ത് ചെയ്യുക? ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമിക്സ്. INTRODUCTION ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമിക്സ്. അങ്ങനെ എഴുതാം. ഇൻട്രൊഡക്ഷൻ ടു ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. എല്ലാം കൂടി കൺഫ്യൂഷൻ ആയ. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്തു. സൈഡ് ഹെഡിംഗ് ഒന്നും ടീച്ചർ തരുന്നില്ല. ജസ്റ്റ് ഒരു പോയിന്റ് പോലെ ഒരു 2 പോയിന്റ് നിങ്ങൾ പരിചയപ്പെടുത്തും. ജസ്റ്റ് ഒരു സ്റ്റാർ മാർക്കോ മറ്റും കൊടുക്കുക. പോയിന്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്റ്റാർ മാർക്കോ നല്ലൊരു നല്ലൊരു മാർക്കം ചെയ്തിട്ട് ഒന്നും ചെയ്യാം. ജസ്റ്റ് ഒരു പോയിന്റ് എഴുതുക. ഇത്രയും പറയുന്നല്ലോ. The word economics ECONOMICS. The word economics is derived from the Greek word ഒരു മിനിറ്റ്. The word economics is derived derived from the Greek word GREEK. Greek word എന്താ പറഞ്ഞിനി? oikonomia. 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 Greek word oikonomia. Which means, അതിന്റെ കൂടെ തന്നെ എഴുതി കൊടുക്കുക. Which means WHICH. Which means household management. Which means household management. HOUSE household. കൂടെ തന്നെ എഴുതിയാൽ മതി. HOLD. household management. ഇത് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. ആഡം സ്മിത്ത് was the father of economics. Adam Smith was the father of economics. Economics ECONOMICS. Father of economics. അതിന്റെ കൂടെ തന്നെ എഴുതിയാൽ മതി. The important ഒരു മിനിറ്റ്. ഹലോ, അതിന്റെ ഞാൻ ക്ലാസ്സിലായത്. അപ്പൊ വിദ്യാർത്ഥിയുടെ വൈഫൈ കൂടി ഓൺ ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കുറച്ച് ഷോർട്ട് അതുണ്ടല്ല. ഇല്ല, തീത്താട്ടൻ ഇളയപ്പന്റെ അടുത്ത് പോയി. ഇത് കഴിഞ്ഞപാട് നമ്മൾ പോകും. 11:30 പോകും കൊടുക്കാൻ വേണ്ടിട്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് തീത്താട്ടൻ ഒറ്റക്ക് നീയും കൂടി വാ പറഞ്ഞു ചോദിക്കാനുണ്ടെങ്കിൽ. അപ്പം 11:30 പ്ലാൻ ചെയ്ത് ഓക്കെ വിളിക്കാൻ പറയാ. ശരി ശരി ഓക്കെ. The import ഇത് പറഞ്ഞ ആഡം സ്മിത്ത് was the father of economics എഴുതി. The important publication of Adam Smith was. ആ ബുക്കിന്റെ പേര് ഇപ്പൊ എഴുതുമ്പോ ഫുൾ എഴുതിക്കോ. നിങ്ങൾ പഠിക്കുമ്പോൾ വെൽത്ത് ഓഫ് നേഷൻ മാത്രം പഠിച്ചാൽ മതി കേട്ടാ. എഴുതുമ്പോൾ നിങ്ങൾ ഫുൾ എപ്പോഴും നിങ്ങൾക്ക് അത് ഉപകാരം ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. An enquiry ENQUIRY. An enquiry ENQUIRY. Enquiry into the nature
NATURE, nature and causes, 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 causes of wealth of nation. An inquiry into the nature and causes of wealth of nation. എന്തെങ്കിലും സ്പെല്ലിംഗ് വേണമെങ്കിൽ പറയണേ, കിട്ടുന്നില്ലെങ്കിൽ. കാരണം നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. സ്പെല്ലിംഗ് വേണമെങ്കിൽ എന്തായാലും ചോദിക്കണം. വെൽത്ത് ഓഫ് നേഷൻ ബ്രാക്കറ്റിൽ എഴുതുക 1776, 1776, 1776, 1776. എങ്ങനെ എഴുതുക? ജസ്റ്റ് അടുത്ത പോയിന്റ് ആക്കിട്ട് എഴുതിയാൽ മതി. The word statistics, the word statistics, the word statistics is derived from the word statistics is derived from the Latin word statis, Latin word statis, Latin word statis, which means statistics ന്റെ സ്പെല്ലിംഗ് വേണമെങ്കിൽ ഞാൻ അത് പറഞ്ഞിട്ട് സോറി, STATISTICS, statistics. അതേപോലെ derived from the Latin word statis, STATIS, അത്രയും ഉണ്ട്. statis. ഒരു മിനിറ്റ്, that is ഒറ്റ മിനിറ്റ്. സോറി ഒരു മിനിറ്റ്, സോറി. അപ്പോ വിച്ച് മീൻസ് നമ്മൾ സ്റ്റാറ്റിസ് എഴുതിയില്ലേ, സ്റ്റാറ്റിസ് വിച്ച് മീൻസ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്, POLITICAL, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്, STATE. ടീച്ചർ പറഞ്ഞ ഭാഗേ ഇല്ല, ടീച്ചർ പറഞ്ഞത് മാത്രമേ എഴുതുന്നുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് എന്താണ്? സ്റ്റാറ്റിസ്, വിച്ച് മീൻസ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്, POLITICAL, പൊളിറ്റിക്കൽ. സ്റ്റേറ്റിന്റെ സ്പെല്ലിംഗ് STATE, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്. നമ്മൾ പോകുന്നത് രണ്ട് സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇതാ നോക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് എഴുതുക, ഒരു സൈഡ് ഹെഡിങ് ആണ്. ടീച്ചർ പറഞ്ഞത് സൈഡ് ഹെഡിങ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് എഴുതിയിട്ട് ഒരു വര ഇടുക. സ്റ്റാറ്റിസ്റ്റിക്സ് സ്പെല്ലിംഗ് എല്ലാം ശരിയാക്കണേ ആരും. STATISTICS, സ്റ്റാറ്റിസ്റ്റിക്സ്. എന്നിട്ട് വരയിട്ടിട്ട് നേരെ എഴുതുക. പ്ലൂറൽ സെൻസ്, PLURAL, പ്ലൂറൽ സെൻസ്, SENSE, സെൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലൂറൽ സെൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലൂറൽ സെൻസ് അണ്ടർലൈൻ ചെയ്യാം. പ്ലൂറൽ, PLURAL, പ്ലൂറൽ സെൻസ്. എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുക. ഇൻ പ്ലൂറൽ സെൻസ്, ബഹുവചന അർത്ഥത്തില്, ഇൻ പ്ലൂറൽ സെൻസ് statistics refers to എന്താ? statistics refers to REFERS, refers to quantitative sense, SENSE, sense. Statistics refers to quantitative. എല്ലാവരും സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. QUANTITATIVE, quantitative data. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ.
QUANTITATIVE quantitative. ഡാറ്റയുടെ സ്പെല്ലിംഗ് DAT. In plural sense, statistics means statistics refers to quantitative data. QUANTITATIVE quantitative data. DAT. Okay. Just ഒരു എക്സാമ്പിൾ കൊടുക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് താഴെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കത്തെ എക്സാമ്പിൾ തന്നെയാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ്, ഒരു എക്സാമ്പിൾ താഴെ EG എന്ന് എഴുതിയിട്ട് ഒരു എക്സാമ്പിൾ എഴുതോ. താഴെ EG എന്ന് എഴുതിയിട്ട് ഒരു വരയിട്ടിട്ട് എഴുതുക. ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ്, ദ പ്രൊഡക്ഷൻ PRODUCTION, PRODUCTION, the production of rice, RICE, rice in India. The production of rice in India was, India's rice production in India was 64 million, 64 million, 64, 64 million, MILLION, million. Tons, TONES, tons, million tons in 1984 ഒരു വര 85, 1984 ഒരു ചെറിയൊരു ഹൈഫൺ 85. The production of rice in India was 64 million tons in 1984-85. Okay. then അടുത്ത സൈഡ് ഹെഡിങ് കൊടുക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വരയിട്ടിട്ട് എന്ത് ചെയ്യുക? സിംഗുലർ സെൻസ്. Singular spelling SINGULAR, 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 singular sense, singular sense. എന്നിട്ട് എഴുതുക. In singular sense, underline ചെയ്തിട്ട് താഴെ എഴുതുക. In singular sense, statistics means the subject statistics. In singular sense, statistics means the subject, SUBJECT, subject statistics, subject statistics, subject statistics, subject statistics, full stop. It is defined as the, it is defined, DEFINED, it is defined as the science of, science, SCIENCE, science of, എന്തൊക്കെ ഉണ്ട് അതില്? science of collection, COLLECTION, collection. പിന്നെ ടീച്ചർ പറഞ്ഞ ഓർഗനൈസേഷനും പ്രസന്റേഷനും കൂടി ഒരുമിച്ചൊരു വാക്ക് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. ഓർഗനൈസേഷനും പ്രസന്റേഷനും കൂടി ഒരുമിച്ചൊരു വാക്കിൽ ഒതുക്കിയെന്ന്. അപ്പൊ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, അതിനെ തരംതിരിക്കുന്ന അർത്ഥത്തില് ക്ലാസിഫിക്കേഷൻ. CLASSIFICATION, classification. CLASSIFICATION, classification, analysis, 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 and interpretation of numerical data, interpretation of numerical data, interpretation of numerical data. Just teacher പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ.
It is defined as in singular sense. Statistics is the public parishak vare choichadane. In singular sense, statistics means subject to statistics. It refers to it is defined as the science of എന്തൊക്കെയാണ് എല്ലാവരും സ്പെല്ലിംഗ് പലയാൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന അറിയാം. കളക്ഷൻ, ഞാൻ പറഞ്ഞു രണ്ടെണ്ണത്തിനും കൂടെ ഒരുമിച്ച് പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ, analysis, interpretation, ഇത്രയും സ്പെല്ലിംഗ് നോക്കുക. കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, അനാലിസിസ്, interpretation of numerical data. എണ്ണം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. സ്റ്റെപ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റെപ്സ്, STEPS, സ്റ്റെപ്സ്. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നും കൂടി എഴുതുന്നതേ ഉള്ളൂ. സ്റ്റെപ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ഉത്തരത്തിൽ എത്തണമെങ്കിൽ. സ്റ്റെപ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാ. ഫസ്റ്റ് പോയിന്റ് collection of data, collection of data. രണ്ടാമത്തത് collection of data. രണ്ട് എന്താന്ന് പറഞ്ഞേ? organization of data. Organization of data. പിന്നെ വരുന്നതാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. then അടുത്തത് presentation. of data. പിന്നെന്താ വന്ന ടീച്ചർ പറഞ്ഞത്? അനാലിസിസ്. ഞാൻ എഴുതിയിട്ട് കാണിച്ചാൽ ടീച്ചർക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുന്നില്ല. അനാലിസിസ്. Last one. Ten. 1, 2, 3, 4, 5. ഓൾമോസ്റ്റ് ഒരു 5 സ്റ്റെപ്സ് ആണുള്ളത്. എല്ലാവരും ബൈഹാർട്ട് പഠിച്ചോളൂ. കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസ്. ഇതൊക്കെ നിങ്ങളുടെ പാഠത്തിന്റെ പേരാട്ടോ. നിങ്ങൾ ഇത് ബൈഹാർട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരും. കാരണം ഇത് നിങ്ങളുടെ രണ്ടാമത്തെ പാഠം, ഇത് നിങ്ങളുടെ മൂന്നാമത്തെ പാഠം, ഇത് നിങ്ങളുടെ നാലാമത്തെ പാഠം, ഇത് നിങ്ങളുടെ 5, 6, 7 പാഠം. ഈ ഒരു ഏരിയകൾ അനാലിസിസ് വരാം. ലാസ്റ്റ് പാഠം ഇന്റർപ്രിട്ടേഷൻ, ലാസ്റ്റ് ഒരു കൺക്ലൂഷനൊക്കെ ഒരു പാഠമുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ പാഠമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പാഠമാണ്. നിങ്ങൾ അടുത്ത നെക്സ്റ്റ് വരുന്ന പാഠങ്ങളുടെ പേര് തന്നെയാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. മൂന്നാമത്തെ പാഠമാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. പിന്നെ ഇത് അപ്പൊ ഒന്ന് പഠിച്ച് നിങ്ങൾ ഡാറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഏരിയകളായത് തിയറിയാണ്. എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാന്ന് പഠിക്കും. പിന്നെയോ കളക്ട് ചെയ്ത ഡാറ്റ എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന അടുത്ത പാഠത്തില് ഇത് എങ്ങനെയൊക്കെ നമുക്ക് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് പ്രോബ്ലം പാർട്ടാണ്. പിന്നെ ഇതിലൊരു 3 പാഠം അനാലിസിസ് ആണ്. അവിടെ കൂട്ടലും അങ്ങനത്തെ നിങ്ങൾ ഹരണവും കുറച്ച് സൂത്രവാക്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ അനാലിസിസ് പാർട്ട്. വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഫുൾ സ്കോർ തന്നെ വരും. അപ്പൊ ഇത്രയും ഏരിയ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ 11 മണിയാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിനി. അപ്പൊ നമുക്ക് ചെറിയൊരു ഏരിയ കൂടെ എടുക്കേണ്ട സ്ഥലമുണ്ട്, സമയമുണ്ട്. അപ്പൊ അപ്പൊ ടീച്ചർ ഇനി നോക്കുന്നത് ഡാറ്റ. എന്താ മക്കളെ ഡാറ്റ എന്ന് വെച്ചാല് നമ്മൾ കളക്ട് ചെയ്യുന്ന അല്ലെ. ഇപ്പൊ ഇന്ന വാർഡിൽ ഇത്ര ആൾക്കാരുണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നില്ലേ. ആ ആപ്പില് ഇത്ര ആൾക്കാർക്ക് പനിയുണ്ട് അല്ലെ, ഇത്ര ആൾക്കാർ അത് ആശുപത്രിയിൽ കാണിച്ചിട്ടുണ്ട്, ഇത്ര ആൾക്കാർക്ക് പനി വന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡാറ്റകൾ കിട്ടും. നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനം അല്ലെ, നമ്മളിങ്ങനെ ശേഖരിക്കുന്നില്ലേ. ഈ ശേഖരിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡാറ്റ. അതിന്റെ മലയാള അർത്ഥം ദത്തങ്ങൾ എന്നാ വിളിക്കും. മലയാളം മീനിങ് ദത്തം. നിങ്ങൾ അതൊന്നും കൊണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനമാണ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ നമുക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രധാനപ്പെട്ടതുമാണ്. ഈ ഡാറ്റ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്തുണ്ട്? 2 ടൈപ്പ് ഡാറ്റ കിട്ടും. നമ്മൾ ശേഖരിക്കാൻ പോലെ ഒരു വീട്ടിൽ പോയി നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയാല് 2 ടൈപ്പ് ഡാറ്റകളാണ് കിട്ടുക. ഒന്നാമത്തെ ടൈപ്പിനെ നമ്മൾ വിളിക്കും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. എന്താ വിളിക്കുക? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ.
രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡാറ്റയെ വിളിക്കും ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അപ്പൊ ഇത്രേ ടീച്ചർ പറഞ്ഞിട്ടു ഡാറ്റ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. ഡാറ്റയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. എങ്ങനെയൊക്കെ തരംതിരിക്കാം? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ, എന്താണെന്നും ടീച്ചർ പറഞ്ഞില്ല. രണ്ട് പേര് മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തി. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റയും. ക്ലിയർ ആണല്ലോ? ഏരിയയിൽ എക്സാമ്പിൾ വേണ്ടി അപ്പൊ ഞാൻ എടുത്തു. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ ഇത്രേ പറയുന്നുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നിങ്ങൾക്ക് തന്നെ അറിയാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ which can be measured in numerical terms. The quantitative data, quantitative data എന്ന് വെച്ചാല് quantitative data are those, quantitative data are data which can be measured in. എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക? എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ? ന്യൂമറിക്കൽ ടേംസ്. അതായത് നമ്മൾ ഒരാളോട് ഒരു വിവരം ചോദിച്ചാല് അവർക്ക് തിരിച്ച് എണ്ണം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമ്മളോട് എണ്ണം പറയാൻ പറ്റുന്നെങ്കിൽ അത് എന്ത് ഡാറ്റയാണ് മക്കളെ? എന്ത് ഡാറ്റയാണത്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അപ്പൊ എല്ലാവരും വേർഡ് മീനിങ് അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇത് കൺസെപ്റ്റ് പഠിച്ചട്ടെ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ, എന്താ പറയാ, വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ. എങ്ങനെ നമുക്ക് മെഷേർഡ് ചെയ്യാൻ പറ്റും? വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ. എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുക? ന്യൂമറിക്കൽ ടേംസ്. അത്രയും ആ വാക്കം വേണ്ടത്. എണ്ണത്തിൽ, ന്യൂമറിക്കൽ ടേംസ് വെച്ചാല് എണ്ണത്തിൽ നമുക്കത് ശേഖരിക്കാൻ പറ്റുന്നെങ്കിൽ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ പറഞ്ഞാട്ടെ, എണ്ണം പറയാൻ പറ്റും. എന്താ പറയാ? അതിനെന്തിനും എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ട്? എക്സാമ്പിൾ ആണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറെ ഡാറ്റ തന്നിട്ട് നിങ്ങളോട് പറയും ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഏതാണ് ക്വാളിറ്റേറ്റീവ് ഏതാണ് തരംതിരിക്കാനാണ് പറയും. അപ്പൊ ഞാൻ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. എണ്ണത്തിൽ പറയാൻ പറ്റുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ഡാറ്റ എന്ന് വിളിക്കും? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇത്രയും വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ന്യൂമറിക്കൽ എന്ന് വെച്ചാൽ എണ്ണത്തിൽ, ന്യൂമറിക്കൽ ടേംസ്. എന്താ അഭിനന്ദ ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുക? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റക്ക് ഒരു എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എണ്ണം പറയാൻ പറ്റും. ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എണ്ണം പറയാം. അതെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. എന്ത് ഡാറ്റയാണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് മതി, ക്ലാസ് ഒന്നും വേണ്ട. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ, എണ്ണം. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അതിന് ടീച്ചർ ഒരു എക്സാമ്പിൾ ചെയ്യുന്നത് മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ? നിങ്ങൾ പറയും മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ? എണ്ണത്ത് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനടുത്ത് നിങ്ങളുടെ അടുത്ത് പോയിട്ട് അപ്പൊ രണ്ടെണ്ണം, ഒന്ന് പറഞ്ഞു നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഒരാൾ പറഞ്ഞു മാർക്ക്, പിന്നെ അത്രയും കഴിഞ്ഞു. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കഴിഞ്ഞു. ഹൈറ്റ്. നിങ്ങൾ എങ്ങനെ പറയുക? ഹൈറ്റ് 1 മീറ്റർ, 1.5 മീറ്റർ, എത്രയുണ്ട്? ഒരു മീറ്റർ 65 സെന്റിമീറ്ററും അല്ലെ, 1 മീറ്ററും 7. അത് എണ്ണല്ലേ പറയുന്നത് ഞാൻ. അപ്പൊ ഹൈറ്റ് എക്സാമ്പിൾ എല്ലാവരും കൈകാട്ട് പഠിക്കുക. ഈ എക്സാമ്പിൾ ഒക്കെ പരീക്ഷയ്ക്ക് വരുള്ളൂ. മാർക്ക്, ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞു ഹൈറ്റ്. അതേപോലെ വെയിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെയിറ്റ് എണ്ണത്തിലല്ലേ പറയാൻ പറ്റൂലൂ? വെയിറ്റ് എണ്ണല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഇത്ര കിലോ. എണ്ണം വെച്ചു ന്യൂമറിക്കൽ, അത്രയും കണക്ക്, എണ്ണൽ സംഖ്യയിൽ പറയുന്നത് അത്രേ വേണ്ടു. അപ്പൊ നിങ്ങൾ ഇപ്പൊ 40 കിലോ, 52 കിലോ, 60 കിലോ എന്നൊക്കെ പറയുന്നത് എന്താണ്? എണ്ണാണ്. അപ്പൊ ഹൈറ്റ്, വെയിറ്റ്, പിന്നെ പ്രൈസ്. എങ്ങനെ പറയുക? 10 രൂപ, 20 രൂപ, എങ്ങനെ പറയാം നമ്മള്? എണ്ണത്തിലാണ്. അപ്പൊ പ്രൈസ്. സെയിൽസ്. സെയിൽസ് എന്ന് വെച്ചാൽ ഇത്ര വിറ്റു, ഇത്ര സെയിൽ നടന്നിട്ടുണ്ട്, ഒരു കടയിൽ ഇത്ര, ഒരു മാസം ഇത്ര സെയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ സെയിൽസ് എണ്ണത്തിലല്ലേ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ 100 കിലോ വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10 പാക്കറ്റ്. ഇന്ന് ഒരാൾ വന്ന് ചോദിക്കുമ്പോ ഏതെങ്കിലും ഒരു കമ്പനി പ്രൊഡക്റ്റ് വന്ന് ചോദിക്കുമ്പോൾ 10 പാക്കറ്റ് സെയിൽ പോയിട്ടുണ്ട്, അപ്പൊ 10 പാക്കറ്റ് എണ്ണം വന്നു വേടാ. അപ്പൊ സെയിൽസ്. ടീച്ചർ ഈ പറയുന്ന എക്സാമ്പിൾ ഒക്കെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കത്തെ എക്സാമ്പിൾ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ഇങ്ങനെ പറയുന്നില്ല, റിയൽ ലൈഫ് എക്സാമ്പിൾ ഒന്നല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കത്തെ എക്സാമ്പിൾ തന്നെയാണ്. അപ്പൊ ടീച്ചർ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നേ. ഞാൻ പറഞ്ഞു ഡാറ്റ 2 തരത്തിലുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഇതിൽ ക്വാളിറ്റേറ്റീവ് എന്താന്ന് ടീച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല, അതിനെ കുറിച്ചൊന്നും ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റനെ പരിചയപ്പെടുത്തി. ഇത്രയുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മീൻസ് എന്താ പറഞ്ഞിനി? വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ആ വാക്യം നിങ്ങൾ പഠിക്കണ്ട്. ന്യൂമറിക്കൽ ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. എന്തൊക്കെ എക്സാമ്പിൾ കൊടുക്കാൻ വേണ്ടി പറ്റും? ഞാൻ പറഞ്ഞ ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, സെയിൽസ്,
പ്രൈസ്. അപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ കണ്ടപാട് നിങ്ങൾ ആലോചിക്കണം, എന്താ ഇത് എണ്ണത്ത് പറയാൻ പറ്റുമോ? എണ്ണത്ത് പറയാൻ പറ്റുന്നെങ്കിൽ അതെന്ത് ഡാറ്റ തന്നെയാണ്? ക്വാണ്ടിറ്റേറ്റീവ്. എക്സാമിന് കുറെ ഡാറ്റ തന്നിട്ട് നിങ്ങളോട് പറയും കാറ്റഗറൈസ് ദം ഇൻടു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. അപ്പൊ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ കുറിച്ചൊരു ധാരണ കിട്ടിയാ? കിട്ടി പറയാ, ഇല്ലെങ്കിൽ ടീച്ചർ വീണ്ടും പറയാം. നമുക്ക് മറ്റേതും കൂടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും, ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടുന്നതാണ് എന്റെ വിശ്വാസം. രണ്ടാമത്തെ ടൈപ്പ് ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. രണ്ടാമത്തെ ടൈപ്പ് ഡാറ്റ എന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഇത്രയേ ഉള്ളൂ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഈസ് എ ഡാറ്റ which can be measured എന്നായിരിക്കുക, അല്ല which cannot be measured in numerical terms. നേരത്തെ നിങ്ങൾ which can be measured in numerical terms പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറയണം? which cannot be measured in numerical terms. അവിടെ ഒരു നോട്ട് വന്നു. എന്താ അതിന്റെ അർത്ഥം? എണ്ണത്തിൽ പറയാൻ പറ്റാത്ത ഡാറ്റയെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അപ്പൊ നിങ്ങളുടെ ഒരു ഡാറ്റ കണ്ടാൽ എണ്ണത്തിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ഡാറ്റ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇനി which cannot be measured in numerical terms, അത് ന്യൂമറിക്കൽ ടേമിൽ മെഷർ ചെയ്യാൻ പറ്റൂല, അതെന്ത് ഡാറ്റ? ക്വാളിറ്റേറ്റീവ് ഡാറ്റ. എന്താ എണ്ണത്തിൽ പറയാൻ പറ്റാത്ത ഡാറ്റ? ഞാൻ നിങ്ങളോട് ആദ്യം എക്സാമ്പിൾ ഞാൻ പറയാം. ബുദ്ധി അല്ലെ, നമ്മളെ മച്ചാലെ ബുദ്ധി ഉണ്ടോ എന്നോട് ചോദിക്കും. നമ്മ ബുദ്ധി 10 ബുദ്ധി 20 ബുദ്ധി എന്നെല്ലാം പറയാൻ പറ്റുമോ? ഇന്റലിജൻസ് അളക്കാൻ വേണ്ടി പറ്റുമോ? എന്തൊക്കെയോ ടെസ്റ്റ് വെച്ച് അളക്കാം. പക്ഷെ രണ്ടാമത് ആലോചിച്ച് നോക്കിയേ, ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് ഇന്റലിജൻസ് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യപ്പോ ഞാൻ മാത്രം പറയുമ്പോൾ ശുഭരുള്ളവരുണ്ടോ? ക്ലാസ് എടുക്കുന്ന സമയത്ത് കൂടെ പറയാൻ ഇഷ്ടമില്ല, ആരും കൂടെ പ്രശ്നമില്ല, പറയാൻ പറ്റും. ഇപ്പൊ ബുദ്ധി ഇന്റലിജൻസ് എടുക്കാം. ഇന്റലിജൻസിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? ഇന്റലിജൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല ബുദ്ധിയുണ്ട്, അത്ര ഇന്റലിജന്റ് അല്ല, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ? നല്ലത്, മോശം, ആവറേജ്, ഇങ്ങനെയുള്ള വാക്കുകളിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എണ്ണത് പറയാൻ വേണ്ടി പറ്റുവാ? ഇല്ല. അപ്പൊ നമുക്ക് അതെന്ത് ഡാറ്റയാണ്? അതെന്ത് ഡാറ്റയായിരിക്കും മാറും? ക്വാളിറ്റേറ്റീവ്. സേവരി ഓക്കെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്ലിയർ ആണേ? അടുത്ത നിങ്ങൾ പറഞ്ഞാട്ടെ, ഇതേപോലത്തെ ഡാറ്റ പറഞ്ഞാട്ടെ. ഇന്റലിജൻസ് ടീച്ചർ പറഞ്ഞു. പിന്നെ കളർ ഓഫ് സ്കിൻ എങ്ങനെ പറയാൻ? ഉത്തരം നിങ്ങൾ എങ്ങനെ കൊടുക്കുക? സ്കിന്നിന്റെ കളർ എണ്ണത്ത് പറയാൻ പറ്റുവാ? ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കത്തെ എക്സാമ്പിൾ ആണ്. ടീച്ചർ എന്നപ്പോ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് വിചാരിക്കണൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസിലുള്ള ചോദ്യം മനസ്സിൽ വരുന്നത് അതുകൊണ്ടാണ്. കളർ ഓഫ് സ്കിന്ന്, സ്കിന്നിൽ നമുക്ക് ബ്ലാക്ക്, വൈറ്റ് അല്ലെ, ആ രണ്ടും കൂടി മിക്സ് ചെയ്ത കളർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എണ്ണത്ത് പറയാൻ പറ്റുവാ? ഇല്ല. കളർ ഓഫ് സ്കിൻ. നാഷണാലിറ്റി, ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ, പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാനി, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എണ്ണം പറയാൻ പറ്റുവാ? ഇല്ല. നമ്മുടെ സെക്സ്, മെയില്, ഫീമെയില്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെയാണ് നിങ്ങൾ ഓർമ്മിക്കുന്നത്. ഇതൊക്കെ എന്ത് ഡാറ്റ? ക്വാളിറ്റേറ്റീവ് ഡാറ്റ. എണ്ണം പറയാൻ പറ്റാത്തത്. അപ്പൊ ടീച്ചർ പറഞ്ഞ എക്സാമ്പിളേക്കാണ് നോക്കുന്നത്. ഇന്റലിജൻസ്, കളർ ഓഫ് സ്കിന്ന്, നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളുടെ സെക്സ്, ഹോണസ്റ്റി. നമ്മളെ ഹോണസ്റ്റി എത്രത്തോളം നിങ്ങൾക്ക് അത് ഹോണസ്റ്റി ഉണ്ട്? നിങ്ങളെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളെ മനോഭാവം. ഒരാൾ വീട് കിടക്കുന്നു, അപ്പൊ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു? അത് എണ്ണത്ത് പറയാൻ പറ്റുവാ? ചില ആറ്റിറ്റ്യൂഡ് പെട്ടെന്നാണ് രക്ഷിക്കണമെന്നായിരിക്കും, ചില ആറ്റിറ്റ്യൂഡ് അത് ഫോട്ടോ കൊടുക്കണമെന്നായിരിക്കും, അല്ലെ? മനോഭാവം എണ്ണത്ത് പറയാൻ പറ്റുവാ? ഇല്ല. ആറ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങൾ അഭിരുചി. ഓരോരാൾക്ക് ഓരോ മേഖലയിലായിരിക്കും അഭിരുചി ഉണ്ടാവുക. അപ്പൊ അതൊക്കെ നമുക്ക് എണ്ണത്തിൽ പറയാൻ
ഇപ്പൊ കേൾക്കുന്നുണ്ട്? ടീച്ചർ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്? ആരെങ്കിലും ഒരാള് പറയും. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റയും. അപ്പൊ എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് which can be measured in numerical terms. Which can be measured in numerical terms. എണ്ണത്തിൽ പറയാൻ പറ്റുന്ന ഡാറ്റയെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വിളിക്കാം. എക്സാമ്പിൾ അപ്പടെ മനസ്സിൽ വന്നോളൂ. ഹൈറ്റ്, വെയിറ്റ്. ഒരു വർഷം ചോദിച്ചിട്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എഴുതുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങളെ ലൈഫുമായി ബന്ധപ്പെട്ട ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നിങ്ങളെ ചുറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങളെ ലൈഫുമായി ബന്ധപ്പെട്ടാണ്. ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, പ്രൈസ്, സെയിൽസ്, അതുപോലെ എന്ത് പറഞ്ഞു, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇതൊക്കെ എന്ത് ഡാറ്റയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലേക്ക് ടീച്ചർ പോകുന്നു. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ത് പറയും? ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് വിച്ച് കനോട്ട് ബി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. സെയിം സാധനം ഒരു നോട്ട് എന്താവൂല, അത് ന്യൂമറിക്കൽ ടേംസിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റൂല. കനോട്ട് ബി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. എക്സാമ്പിൾ അപ്പാട് വരുക. ബുദ്ധി അല്ലെ, ഇന്റലിജൻസ്, ഓണസ്റ്റി, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ പിന്നെന്താ പറയാ കളർ ഓഫ് നമ്മളെ ഹെയർ, കളർ ഓഫ് സ്കിന്ന്, ഇതൊക്കെയാണ് ഇതിൽ വരുക. നിങ്ങളെ ഇതിൽ വരുക ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അത് ക്വാളിറ്റിയാണ്, നമുക്കത് ഒരിക്കലും മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് രണ്ടു തരം ഡാറ്റ. ആർക്കും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ജസ്റ്റ് ഇതും കൂടി നമുക്കൊന്ന് എഴുതിയെടുക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൃത്യക്ക് ഇത് പഠിക്കണേ. കാര്യമായി പഠിക്കേണ്ടത് സിംഗുലറിൽ, പ്ലൂറൽ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അർത്ഥം, ആദ്യം തന്നെ 2-3 പോയിന്റും ഇപ്പൊ ടീച്ചർ തരുന്ന കണക്ഷൻ. വളരെ എളുപ്പത്തിൽ ഒരു 2 പേജ് കൊടുക്കും, അത്രയേ ഉള്ളൂ, അധികമൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്തായാലും പഠിക്കണം. കാരണം ടീച്ചർ ആദ്യം ചോദിച്ചിട്ട് മാത്രമേ അടുത്ത ഏരിയയിലേക്ക് പോകൂ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേഗം പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്തായാലും പഠിച്ചിട്ട് തന്നെ വരണം. എന്തായാലും വായിക്കണം. എന്തെങ്കിലും ഡൗട്ട് അവിടെ മാർക്ക് ചെയ്യുക. അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാം ടീച്ചർ ആ ഏരിയ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിരുന്നു, ഒന്ന് പറഞ്ഞുതരും. ഞാനത് പറഞ്ഞിട്ട് മാത്രമേ അടുത്ത ഏരിയയിലേക്ക് പോകൂ. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും വായിക്കണേ. ഇതൊന്നും ഇന്ന് അടച്ചു വെച്ച് അടുത്ത ക്ലാസ്സിൽ തുറക്കാനാണെങ്കിൽ നടക്കില്ല. അതേ പറഞ്ഞു, വായിക്കൊന്നും ചെയ്യണം എന്തായാലും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എഴുതിപ്പോ ഡാറ്റ സൈഡ് ഹെഡിങ് കൊടുക്കുക. DATA ഡാറ്റ. ഡാറ്റ എന്നിട്ട് എഴുതുക. ഡാറ്റ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ഡാറ്റ എന്താണെന്ന് എഴുതൊന്നും വേണ്ട. ഡാറ്റ ക്യാൻ ബി ഡിവൈഡഡ്, DIVIDED, ഡിവൈഡഡ് ഇൻടു 2. divided into 2. താഴെ 1, 2 വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് താഴെ എന്ത് എഴുതിയാൽ മതി? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. QUANTITATIVE, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. QUANTITATIVE, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അഭിനന്ദ് ഏത് സ്കൂളിൽ പഠിച്ചത് മോനെ? അഭിനന്ദയം ഏത് സ്കൂളിൽ പഠിച്ചത്? ഹാത്തിൽ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എഴുതി അണ്ടർലൈൻ ചെയ്തു. എന്നിട്ട് എഴുതുക. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ. THOSE, those data which can be measured, MEASURED, measured in measured in numerical terms, NUMERICAL, numerical terms, 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 numerical terms. എന്നിട്ട് അവിടെ എക്സാമ്പിളിന് എഴുതുക. EG എന്നാക്കുക. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ തരുന്നില്ല, അവിടെ 2 വരി വിട്ടു വെച്ചാൽ മതി. എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തരുന്നില്ല. എക്സാമ്പിളിന് എഴുതിയിട്ട് അവിടെ കുറച്ച് 2 വരിക്ക് വിടുക. പിന്നെ അടുത്തത് എഴുതുക നിങ്ങൾ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ നിങ്ങൾ ഫില്ല് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ എല്ലാം തന്നെ ശരിയാവുള്ളൂ. അപ്പൊ ക്വാളിറ്റേറ്റീവ് ഡാറ്റ
QUAL. എക്സാമ്പിളിന് എഴുതി കുറച്ച് വിട്ടുവേ, സംശയം വേണ്ട. എക്സാമ്പിളിന് എഴുതി കുറച്ചുകൂടെ വിട്ടു, 2 വരി വിട്ടു. എന്നിട്ട് എഴുതും ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് അല്ലേ, QUALITATIVE. ക്വാളിറ്റേറ്റീവ്, QUALITATIVE, ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അതിലെഴുതുക qualitative data are those data. Qualitative data are those data which cannot be, which WHICH, which cannot be, cannot ആണ്, CAN can not, NOT, which cannot be measured in, നേരത്തെ ഇത് അതേ സാധനം, measured, MEASURED, measured in numerical terms. Measured in numerical terms. NUMERICAL, numerical terms, TERMS, terms. ഇനി അടുത്തൊരു ചോദ്യം എഴുതുക. അതിനും എക്സാം, സോറി, അതിന് എന്ത് ചെയ്യും, നിങ്ങൾ എക്സാമ്പിളിന് എഴുതിയിട്ട് 2 വരി വിടുക. എക്സാമ്പിളിന് എഴുതിയിട്ട് 2, നിങ്ങൾക്ക് ഇപ്പൊ ടീച്ചർ അങ്ങനെ തന്നെ 2 വരി വിട്ടിട്ട് എക്സാമ്പിൾ എഴുതി 2 വരി വിട്ടു. ഇനി ഒറ്റൊരു ചോദ്യം ഇല്ല, നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ക്ലാസിഫൈ CLA SSI FY, CLA SSI FY, classify the following, തരംതിരിക്കുക, classify the following into quantitative and qualitative data. Classify the following into quantitative and qualitative data. ഞാൻ കുറെ ഡാറ്റ തരും, നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ 2 ബോക്സിലാക്കിയിട്ട് എഴുതുക. ഒന്നാമത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഏതാണ്, ക്വാളിറ്റി ഞാൻ തരും, സാധനം ഞാൻ തരും. അപ്പൊ നിങ്ങൾക്ക് ധാരണ കിട്ടിയ കുട്ടിക്ക് അത് എഴുതും. അത് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സാമ്പിൾ എഴുതാൻ പറ്റൂലേ. അതിനെ ഞാൻ അവിടെ വിട്ടിരുന്നു, വീണ്ടും വീണ്ടും സമയം നമ്മളത് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് ടീച്ചർ താഴെ പറഞ്ഞ് എഴുതിക്കോ. ഹൈറ്റ്, HEIGHT, ഹൈറ്റ്, HEIGHT, ഹൈറ്റ്, ബ്യൂട്ടി, BEAUTY, ബ്യൂട്ടി, സൗന്ദര്യം, ബ്യൂട്ടി. സെക്സ്, SEX, സെക്സ്, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ. വെയിറ്റ്, WEIGHT, വെയിറ്റ്. ഇൻകം, വരുമാനം, INCOME, ഇൻകം, INCOME, ഇൻകം. പ്രൈസ്, PRICE, പ്രൈസ്, PRICE, പ്രൈസ്, വില. ഇന്റലിജൻസ്, INTELLIGENCE, ഇന്റലിജൻസ്, INTELLIGENCE, ഇന്റലിജൻസ്. ഹോണസ്റ്റി, HONESTY, ഹോണസ്റ്റി, HONESTY, ഹോണസ്റ്റി. ആപ്റ്റിറ്റ്യൂഡ്, APTITUDES, APTITUDES, ആപ്റ്റിറ്റ്യൂഡ്സ്. അടുത്തത് ടെമ്പറേച്ചർ, TEMPERATURE, ടെമ്പറേച്ചർ. ഊഷ്മാവ്, താപം ഉണ്ടാവില്ലേ, ടെമ്പറേച്ചർ, TEMPERATURE, ടെമ്പറേച്ചർ. മാർക്ക്, മതി, ഏകദേശം ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ കളർ ഓഫ് സ്കിന്നും വേണമെങ്കിൽ എഴുതിക്കും, നിങ്ങൾക്ക് അത് അറിയാം. കളർ ഓഫ് സ്കിന്ന്, ആ കളർ ഓഫ് സ്കിന്നും കൂടി എഴുതിക്കും. കളർ ഓഫ് സ്കിന്ന്, SKIN, സ്കിന്ന്, കളർ ഓഫ് സ്കിന്ന്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയുള്ളൂ. ഇന്ന് വരെ ഇപ്പൊ ഇത്ര വരെ എത്രയും ചെറിയ 2-3 ഏരിയ ടീച്ചർ എടുത്തിട്ടുള്ളൂ. കൃത്യമായിട്ട് ഇത് പഠിക്കണം. ഞാൻ എന്തായാലും ചോദ്യം ചോദിക്കും, ഞാൻ പറയുന്ന ആളെന്നെ അത് പറയണം. കാരണം നമുക്ക് എടുത്തതിന് ഒരു എഫക്ട് വേണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഓർപ്പിക്കുക.
അന്നില്ലത് പഠിച്ചു തീർത്താൽ നിങ്ങൾക്ക് തന്നെ എളുപ്പം. ഇതൊക്കെ കുറച്ച് സാധനങ്ങളില്ലോ, അപ്പൊ നിങ്ങൾക്ക് തന്നെ വേഗം പഠിക്കാൻ പറ്റും. അപ്പൊ ആദർശ് ഇങ്ങോട്ട് നോക്കുപോലെ ഒന്ന് ആദർശ്. അപ്പൊ അതെന്തായാലും പഠിക്കുക അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക്. പിന്നെ ഈ തന്ന ഹോംവർക്ക് വളരെ എളുപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യണ്ടു? 2 കോളം ചെയ്യാം. എന്ത് കോളം ചെയ്യാം? 2 കോളം. ഒന്നാമത്തെ കോളം ക്വാണ്ടിറ്റേറ്റീവും രണ്ടാമത്തെ കോളം ക്വാളിറ്റേറ്റീവും അല്ലെ. 2 കോളം വരച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എഴുതുക. അതിലെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ എഴുതുക, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എഴുതുക, ഒക്കെ എഴുതുക. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് വായിക്കാം. ആർക്കും തെറ്റ് വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അവിടെ ഓക്കെ ആക്കാം. അപ്പൊ ലീവ് ചെയ്യട്ടെ ടീച്ചറെ? പ്രശ്നമില്ലല്ലോ ആർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അത് സോൾവ് ചെയ്യും.